Hi everyone. Hi, I'm Gargi. നിങ്ങളുടെ മെന്ററാണ്. നമ്മുടെ കൂടെ ഇന്നുള്ളത് അവന്തിക മേനോൻ ബി. ആള് മിറാൻഡ ഹൗസിലെ 3rd ഇയർ BA ഓണേഴ്സ് സംസ്കൃത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ക്ലബ്സിലും അതുപോലെ തന്നെ സൊസൈറ്റിയിലും സെൽസിലും ഒക്കെ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ് അവന്തിക മേനോൻ. സോ ഞാൻ ഈ സെഷൻ എടുക്കാൻ അവന്തികയെ വെൽക്കം ചെയ്യാണ്. അവന്തിക പ്ലീസ്. ഹലോ എവ്രിവൺ, ഞാൻ അവന്തിക, 3rd സംസ്കൃത് ഓണേഴ്സ് ആണ്. എനിക്ക് ഇംഗ്ലീഷിൽ മൈനർ ഉണ്ട്. ആൻഡ് എന്റെ 3 years കോഴ്സാണ്. NEP ബാച്ചിന്റെ തൊട്ട് മുമ്പത്തെ ബാച്ചിലാണ് ഞാൻ. ആൻഡ് ഐ വാസ് എ സയൻസ് ബാക്ക്ഗ്രൗണ്ട് സ്റ്റുഡന്റ്. ഐ ഹാഡ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി വിത്ത് സംസ്കൃത്. ഞാൻ മാത്സിന് പകരം സംസ്കൃത് ആയിരുന്നു എടുത്തത്. ആൻഡ് അപ്പോ സംസ്കൃത് എടുത്തപ്പോൾ ലൈക്ക് ഐ വാസ് ലൈക്ക് എല്ലാരും ഇങ്ങനത്തെ നീഷ് കോഴ്സ് എടുക്കുമ്പോൾ എല്ലാരും എന്താ പറയാ വിൽ തിങ്ക് ഓഫ് ഓൺലി ടീച്ചിങ് ആസ് എ പ്രൊഫഷൻ, ലൈക്ക് എസ്പെഷ്യലി ലാംഗ്വേജ് ഒക്കെ എടുക്കുമ്പോൾ, ആർട്സ് എടുക്കുമ്പോൾ എല്ലാവർക്കും തോന്നുന്നു ടീച്ചിങ്ങിലാവും. ബട്ട് ഞാനും അങ്ങനെ തന്നെയായിരുന്നു. ബട്ട് ദ മൊമെന്റ് യു ലാൻഡ് ഇൻ ഡി യു ഇറ്റ്സ് ലൈക്ക് ഒരു കംപ്ലീറ്റ്ലി പുതിയ വേൾഡ് ഓപ്പൺ ആവും. ലൈക്ക് ഡൽഹി യൂണിവേഴ്സിറ്റി ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസ് ടു ഗെറ്റ് എഡ്യൂക്കേഷൻ ഫ്രം. ഞാൻ ഇവിടെ വന്ന ഫസ്റ്റ് ഇയറിൽ തന്നെ എന്താ വെച്ചാ there are so many universities, so many colleges, and എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു കോളേജിൽ എന്തെങ്കിലും ഒരു സംഭവം നടക്കുന്നുണ്ടാവും. there is no dry day in DU. എല്ലാ സമയത്തും എന്തെങ്കിലും വർക്ക്ഷോപ്പ് ആയിട്ടാണെങ്കിലും ഫെസ്റ്റ് ആയിട്ടാണെങ്കിലും ഇറ്റ്സ് ഓൾവേസ് ഹാപ്പനിങ്. DU ഈസ് വെരി ഹാപ്പനിങ്. അപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് എനിക്ക് ഇപ്പൊ ഞാൻ ലിംഗ്വിസ്റ്റിക് സൈഡിലേക്ക് പോകാനാണ് എന്റെ ഇത്. ഞാനും CUET PGക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് അത് എനിക്ക് ഈ ഡയറക്ഷനിൽ ലീഡ് ചെയ്തത് ബേസിക്കലി എന്റെ പ്രൊഫസേഴ്സ് ആണ്. സോ one of the main things, if you're studying in DU, you get very very good professors. Like ടോപ്പിന്ന് ഗ്രാജുവേറ്റ് ആയ പ്രൊഫസേഴ്സ് ആണ് നിങ്ങളെ പഠിപ്പിക്കുക. അപ്പോ അവരായിട്ട് 1-on-1 കണക്ഷൻ ഉണ്ടാക്കുമ്പോൾ യു അണ്ടർസ്റ്റാൻഡ്. അവര് കുറെ നോളജ്, ലൈക്ക് ഇപ്പൊ നമ്മൾ ക്ലാസ്സിലിരിക്കുമ്പോൾ ഓഫ്കോഴ്സ് നമുക്ക് സബ്ജക്റ്റിനെ പറ്റി മനസ്സിലാവും. ബട്ട് അവരോട് നമ്മൾ ഔട്ട്സൈഡ് ദ ക്ലാസ് നമുക്ക് ഇങ്ങനെ വി ഗെറ്റ് എ ലോട്ട് ഓഫ് ചാൻസസ് ടു ടോക്ക് ടു ദം ഔട്ട്സൈഡ് ദ ക്ലാസ്. അപ്പോ ദാറ്റ് ഇൻ ഇറ്റ് സെൽഫ് ഗിവ്സ് us a lot of new knowledge that is not subject related, which is very important for our development. ആൻഡ് നമ്മൾ ഓഫ്കോഴ്സ് നമ്മളിപ്പോ നാട്ടിൽ നിന്ന് വരുമ്പോൾ നമുക്ക് ഡൽഹി പോലത്തെ സ്ഥലത്താകുമ്പോൾ നമുക്ക് ഇങ്ങനെ ലാംഗ്വേജിന്റെ ഒക്കെ കുറെ പ്രശ്നം തോന്നും. ബിക്കോസ് ഇവിടെ ഹിന്ദിയാണ് മെയിൻ. But there are a lot of student organizations like SFI, ISA. They try to അവരുടെ ബെസ്റ്റ് ട്രൈ ചെയ്യും നമ്മളെ ഒരു കമ്മ്യൂണിറ്റി ഫീലിങ്ങും ഒരു എന്താ പറയാ നമുക്കിങ്ങനെ ഒരു കുഴപ്പമില്ലാണ്ട് അവര് നമ്മളെ ലീഡ് ചെയ്യും. ആൻഡ് അപ്പൊ ഞാൻ മിറാണ്ടയിലാണ്. മിറാണ്ടയിലത്തെ സൊസൈറ്റീസ് ആർ വെരി വെരി സ്ട്രോങ്. അപ്പൊ ഈ DU തന്നെ ഡൽഹി സർക്കിറ്റ്, DU യൂണിവേഴ്സിറ്റി സർക്കിറ്റ് എന്ന് പറഞ്ഞിട്ട് എല്ലാ സൊസൈറ്റിന്റെയും സർക്കിറ്റ് ഉണ്ടാവും. ഞാൻ ഹിന്ദി ഡ്രാമ സൊസൈറ്റിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ആൻഡ് അത് ആക്ച്വലി ഞാൻ ഹിന്ദി ഡ്രാമ സൊസൈറ്റിയിൽ കയറിയത് ബിക്കോസ് എനിക്ക് ഇംഗ്ലീഷ് ഇസ് ഈസി, നമുക്ക് എല്ലാവർക്കും അറിയാം. ബട്ട് ഹിന്ദി ആകുമ്പോൾ ടു ലേൺ ദ ലാംഗ്വേജ് ആൻഡ് ടു ഗെറ്റ് ദാറ്റ് എക്സ്പോഷർ ഞാൻ ഹിന്ദി ഡ്രാമ സൊസൈറ്റിയിലായിരുന്നു. ആൻഡ് ഇപ്പൊ ഞാൻ WDC which is Women Development Cell അതിലാണ്. And there are a lot of societies, debating and dancing, painting. നമുക്ക് എന്ത് ഹോബീസ് ആണോ ഉള്ളത് അത് ഒക്കെ പെർസ്യൂ ചെയ്യാനായിട്ട് you have options here. And library, you have ഭയങ്കര സ്റ്റോക്ഡ് ആയിട്ടുള്ള ലൈബ്രറി ആണ്. നമുക്ക് എന്ത് ബുക്സ് വേണമെങ്കിലും നമുക്ക് ഈ ടീച്ചേഴ്സ് പറയണ അവരൊക്കെ റെഫർ ചെയ്യണത് നമ്മളുടെ ലൈബ്രറിയിൽ വെച്ച് തന്നെയാണ്. സോ ഇറ്റ്സ് എ വെരി ബിഗ് ലൈബ്രറി. ആൻഡ് യൂണിവേഴ്സിറ്റി ലൈബ്രറി ഉണ്ട്. ആൻഡ് ജനറലി അങ്ങനെയാണ്. DU എക്സ്പോഷർ അതാണ് മെയിൻ. DUയിൽ വന്നാൽ യു ഗെറ്റ് എക്സ്പോഷർ. വേറെ എവിടെയും കിട്ടാത്ത പോലത്തെ എക്സ്പോഷർ യു ഗെറ്റ് ഇൻ DU. പിന്നെ DU itself has a very strong alumni list. അപ്പോ കുറെ കോളേജിലൊക്കെ വരുന്നത് ഇവരുടെ അലുമിനായി തന്നെ ആവും. അപ്പൊ ഞങ്ങളുടെ ഇതിൽ കുറെ ഹിസ്റ്റോറിയൻസ്, മിറാണ്ടേന്റെയാണ് ഞാൻ പറയുന്നത്, ഹിസ്റ്റോറിയൻസ്, ഫിലിം മേക്കേഴ്സ്, അവരൊക്കെ വന്നിട്ട് യു ഇന്ററാക്ട് വിത്ത് ദം, വിച്ച് ഇസ് എ ബിഗ് ഡീൽ. അതുകൂടാണ്ട് ഇപ്പോ ഞാൻ ജോയിൻ ചെയ്തത് മെറിറ്റിലായിരുന്നു. എനിക്ക് 12th മാർക്കേ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് നിങ്ങൾക്ക് വരുന്നത് CUET ആണ്, which is a little bit more harder than just merit, because എല്ലാരും you get you have to write exams that is not just focused on your subject. അപ്പോ അതില് it's a bit more harder because എല്ലാരും
everybody tries their best, like 1 year അല്ലെങ്കിൽ 2 വർഷമായിട്ട് അവർ ഇതിന് ഫോക്കസ് ചെയ്യണതാവും. അപ്പോൾ we have to make sure that we also study അത്ര തന്നെ so that we get all these benefits. And so you have to make sure that of course there is North Campus and South Campus in DU, but North Campus ആണ് കുറച്ചും കൂടി ഇത് because older colleges like Miranda, St. Stephen's, Hindu, Ramjas, Hansraj, പേര് കേട്ട colleges ഒക്കെ North Campus ലാണുള്ളത്. So North Campus is a bit more student friendly area. സ്റ്റുഡൻസിന് കുറച്ചും കൂടി കമ്മ്യൂണിറ്റി ബിൽഡിംഗ് ഉള്ള ഏരിയ ആണ് നോർത്ത് ക്യാമ്പസ്. സോ യു ഷുഡ് ട്രൈ ടു ഗെറ്റ് ഇൻ ടു നോർത്ത് ക്യാമ്പസ് കോളേജസ്. അതുകൂടാണ്ട് എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാന്ന് വെച്ചാൽ എനിക്ക് സംസ്കൃത് എന്റെ സബ്ജക്ട് ബിക്കോസ് ഐ വാസ് സ്കേർഡ് സംസ്കൃത് ആസ് എ ലാംഗ്വേജ് ഇവിടെ ഫുള്ള് ഹിന്ദിയിലാണ് ഞാൻ പഠിപ്പിക്കാന്നൊക്കെ ഞാൻ വിചാരിച്ചത്. ബിക്കോസ് സംസ്കൃത് മെറ്റീരിയൽസും നമുക്ക് ഹിന്ദിയിലേ കിട്ടുള്ളൂ. പക്ഷെ the professors are very helpful. ഞാൻ വന്ന സെമിസ്റ്ററിൽ തന്നെ ഞാൻ അവരോട് പോയി സംസാരിച്ചു and they were very receptive. എനിക്ക് ഞാൻ ആകെപ്പാട് ഒറ്റൊരു കുട്ടികളും സൗത്ത് ഇന്ത്യയിൽ നിന്ന് അവിടെ. അപ്പോൾ എനിക്ക് വേണ്ടി മാത്രമായിട്ട് അവര് ഇംഗ്ലീഷ് എന്താ പറയാ ഇംഗ്ലീഷ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ എവിടുന്ന് എനിക്ക് കിട്ടും അല്ലെ അവരെന്നെ എത്ര പറ്റുമോ അവര് സഹായിക്കുന്നുണ്ട്. അപ്പോ ഇങ്ങനെ പേടിക്കേണ്ടതൊന്നുമില്ല. നമുക്ക് ലാംഗ്വേജ് അറിയില്ല വെച്ചിട്ട് ഇവിടെ പ്രശ്നമാവുന്നൊന്നുമില്ല. ബിക്കോസ് ഈ നമ്മളുടെ ഡിപ്പാർട്ട്മെന്റ് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെച്ചാലും പ്രൊഫസേഴ്സ് ട്രൈ ദെയർ വെരി ബെസ്റ്റ് ടു മേക്ക് ഷുവർ ദാറ്റ് യു ഫീൽ വെൽക്കംഡ് ഹിയർ. അവര് ബിക്കോസ് ഫോർ ദം എവറി സ്റ്റുഡന്റ് ഇസ് ദ സെയിം. ദേ വാണ്ട് ഓൾ ഓഫ് യു ടു പാസ് വിത്ത് ഗുഡ് ഗ്രേഡ്സ്. അപ്പോ it's also on us. നമ്മളും പോയി അവരോട് സംസാരിച്ചാൽ if you make a one-on-one relationship, they will know more about you and they will be more inclined to help you. നമ്മളും we also have to take the initiative. അപ്പോ അങ്ങനെ ചെയ്താൽ you get extra materials. And also once you're in top colleges of DU, നമുക്കിപ്പോ foreign universities apply ചെയ്യണമെങ്കിൽ places like SOAS or LSE and all, നമ്മൾ ഈ DUന്റെ ഈ നമ്മളിപ്പോ പറയാണ് സെന്റ് സ്റ്റീഫൻസ് അല്ലെങ്കിൽ മിറാണ്ട അല്ലെങ്കിൽ ഹിന്ദു കോളേജ് എന്നാണ് എന്ന് പറഞ്ഞാൽ that is an advantage. A lot of foreign colleges look for it, and even places like JNU, നിങ്ങൾക്ക് PG പോകണമെങ്കിൽ JNU prefers students from DU. ഈ നെയിം ടാഗ് ലൈക്ക് നമ്മളിപ്പോ പറയാല്ലേ IIT നെയിം ടാഗ് അല്ലെങ്കിൽ IIM നെയിം ടാഗ്, ഇറ്റ്സ് ദ സെയിം തിങ്. ഇഫ് യു ഹാവ് എ നെയിം ടാഗ് ഓഫ് പോപ്പുലർ കോളേജ് ലൈക്ക് ഞാൻ സെന്റ് സ്റ്റീഫൻസ് എന്നാണ് ഗ്രാജുവേറ്റ് ചെയ്തത് അല്ലെങ്കിൽ ഞാൻ മിറാണ്ട ഹൗസ് എന്നാണ് ഗ്രാജുവേറ്റ് ചെയ്തത് വെച്ചാൽ that name tag stays with you always. That's a very good thing on your resume also. And ingante main colleges lu പോകുമ്പോൾ you also get a lot of internship opportunities. നമ്മളുടെ സ്വന്തം ഡിപ്പാർട്ട്മെന്റിന്റെ ആണെച്ചാലും നമ്മളുടെ അല്ലാത്ത സബ്ജക്ട്സിന്റെ ആണെച്ചാലും you have internship cells, placement cells which work to give you internships. അപ്പോൾ നമുക്ക് ഓൺ ഫീൽഡ് എക്സ്പീരിയൻസും കിട്ടും. സോ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ we are just 17-18 years old. But ആ സമയത്ത് തന്നെ if you start building your resume, that is something places like DU can offer you. ഇങ്ങനത്തെ exposure and you meet a lot of people. അപ്പോ അവരുടെ നെറ്റ്വർക്കിംഗ് നമ്മളുടെ കുറെ കൂടും. ആൻഡ് എന്റർപ്രണർഷിപ്പ് സെൽ അങ്ങനത്തെ ഒക്കെ സ്ഥലത്തിൽ നമ്മൾ പോകുമ്പോൾ അവര് ഈ ഫെസ്റ്റ് ഉണ്ടാവുമ്പോൾ we have to look for sponsors, we have to look for artists. അപ്പോ അങ്ങനെ കുറെ നെറ്റ്വർക്കിംഗ് ബിൽഡ് ആവും. ആൻഡ് ആസ് എ പേഴ്സൺ ഓൾസോ DU ചേഞ്ചസ് യു. ഇപ്പോ നമ്മള് ഇപ്പോ വരുമ്പോ കുറച്ച് ഷൈയോ അല്ലെങ്കിൽ ഇൻട്രോവേർട്ട് ആയ പേഴ്സൺ ആണെച്ചാൽ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഇറ്റ് ഓട്ടോമാറ്റിക്കലി യു ഫൈൻഡ് യുവർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആൻഡ് ഓട്ടോമാറ്റിക്കലി യു സ്റ്റാർട്ട് ബ്ലൂമിങ് ഇൻ ടു ദ ബെസ്റ്റ് സെൽഫ് ഓഫ് യുവർ സെൽഫ്. ആൻഡ് ദാറ്റ്സ് എ ഗ്രേറ്റ് തിങ്. ആൻഡ് ഇവിടെ നമ്മളിപ്പോ ഇവിടുന്ന് DUല് വരുന്ന ഓൾമോസ്റ്റ് എല്ലാവരും ഡിഫറെന്റ് പാർട്സ് ഓഫ് ഇന്ത്യ എന്നാ വരിക. ലൈക്ക് എവ്രിബഡി ഡസന്റ് നോ ഹിന്ദി. അപ്പോ അതിനെ പറ്റി ഒട്ടും പേടിക്കരുത്. ലൈക്ക് എനിക്ക് ലാംഗ്വേജ് അറിയില്ല, അതുകൊണ്ട് എവിടെ എന്തെങ്കിലും പ്രശ്നമാവോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഫ്രണ്ട്സ് ഉണ്ടാക്കാൻ പറ്റുമോ, കമ്മ്യൂണിറ്റി ആവോ, അതിനെ പറ്റി ഒന്നും പേടിക്കണ്ട. ബിക്കോസ് there is a lot of diversity. ഇവിടുന്ന് കുറെ സ്റ്റേറ്റ്സിന് ഡിഫറെന്റ് സ്റ്റേറ്റ്സിന് വരുന്ന ആൾക്കാരാണ്. സോ everybody has the same problem. എല്ലാരും വീട്ടിൽ നിന്ന് പുറത്തേക്കാണ്, വീട്ടിൽ നിന്ന് കമ്മിങ് അവേ ഫ്രം ഹോം. അപ്പോ എല്ലാവർക്കും സെയിം പ്രോബ്ലംസ് ആണ്. സോ യു ഇവൻച്വലി ഫൈൻഡ് യുവർ പീപ്പിൾ ആൻഡ് it all becomes fine. And university allanda thanne Delhi as a place has to offer you a lot of things. Like ivade you have all the embassies and you have the National Museum and everything else. And ivade okke regular workshops undavum. And namalde university enne Delhi University enne National Museum inde oppam tie up aayitto allengil
വൈസ് ചാൻസലറിന്റെ ഓഫീസ് ടൈപ്പ് ആയിട്ടോ അത് അവര് ഇന്റേൺഷിപ്സ് പ്രൊവൈഡ് ചെയ്യും. ആ സർട്ടിഫിക്കറ്റ് ഇസ് വെരി വാല്യുബിൾ ഫോർ യുവർ റെസ്യൂമേ. അപ്പൊ നമുക്ക് റെസ്യൂമേ ബിൽഡ് ചെയ്യാൻ ഇറ്റ്സ് വെരി ഈസി വൺസ് യു കം ടു ഡൽഹി. ബട്ട് യു ഹാവ് ടു പുട്ട് യുവർ സെൽഫ് ഔട്ട് ദയർ. നമ്മളിപ്പോ ബുക്ക് മാത്രമായിട്ട് ഇരുന്നാൽ പഠിക്കണം, അഫ്കോഴ്സ് പഠിക്കല് നിർബന്ധമാണ്, ബട്ട് ബുക്ക് മാത്രമായിട്ട് ഇരുന്നാൽ a lot of experience നമ്മൾ മിസ് ഔട്ട് ആയി പോകും. സോ ഇറ്റ്സ് ഇമ്പോർട്ടന്റ് ദാറ്റ് നിങ്ങൾ വന്ന ഉടനെ തന്നെ, അപ്പൊ നിങ്ങളുടെ ഫസ്റ്റ് ഇയർ ഇസ് യുവർ ടൈം ടു എക്സ്പ്ലോർ. വൺസ് യു കം ഇൻ ഹിയർ യു ഹാവ് ടു എത്ര സൊസൈറ്റിക്ക് ഓഡിഷൻ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക, എന്തിനൊക്കെ ചേരാൻ പറ്റുമോ അതിനൊക്കെ ചേരുക. എന്നിട്ട് പിന്നെ വൺസ് യു അതിൽ ചേർന്ന് കഴിഞ്ഞിട്ട് യു വിൽ അണ്ടർസ്റ്റാൻഡ് കി ഓ ഇത് നിങ്ങളുടെ ഇതല്ല, അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. ബട്ട് യു നീഡ് ടു മേക്ക് ഷുവർ ദാറ്റ് ഇൻ ദ ഫസ്റ്റ് ഇയർ ഈ അവർ ഓഡിഷൻ വിളിക്കുമ്പോൾ എല്ലാത്തിലും പോവാ. That's a way to make friends also. എല്ലാത്തിലും പോയിട്ട്, and these societies give you opportunity to go to other places like IIT Roorkee, or you can go to IIMs and IIT Mudai, which is one of the biggest festival. അതൊക്കെ ഈ societies take you, and it's all paid expense. Like college തന്നെ പൈസ കൊടുക്കും and you get a good experience. അപ്പോ അതുണ്ട്. And there's always എക്സ്ട്രാ നമുക്ക് നമ്മളുടെ എക്സ്ട്രാ പഠിക്കാനുള്ളത് ലൈക് DU തന്നെ എംബസി ആയിട്ട് ടൈപ്പ് ആയിട്ട് ദേ ഗിവ് യു അ ലോട്ട് ഓഫ് ലാംഗ്വേജ് കോഴ്സസ്. യു ക്യാൻ ലേൺ ഫ്രഞ്ച്, ജർമ്മൻ, ജാപ്പനീസ്, ചൈനീസ്, എന്ത് ലാംഗ്വേജ് വേണമെങ്കിലും യു ക്യാൻ ലേൺ എക്സ്ട്രാ. ആൻഡ് ഇത് വെച്ച് ഇത് ബിക്കോസ് ഇറ്റ്സ് എ ടൈപ്പ് വിത്ത് ദ ജാപ്പനീസ് എംബസി ഓർ ദ ഫ്രഞ്ച് എംബസി, അവരുടെ കോമ്പറ്റീഷൻസ് വെക്കും. അപ്പോ അതിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയാൽ ദേ യൂഷ്വലി ടേക്ക് യു ടു their country and show you around, everything covered by the embassy. അപ്പോ അങ്ങനത്തെ കുറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് വിച്ച് ഇവിടെ വന്നാൽ യുൽ ഓഫ് കോഴ്സ് അണ്ടർസ്റ്റാൻഡ്. ഇവിടെ വന്നിട്ട് മേക്ക് ഫ്രണ്ട്സ് ആൻഡ് യുൽ അണ്ടർസ്റ്റാൻഡ്. ബട്ട് അതന്നെ ഇവിടെ വരാൻ യു ഹാവ് ടു CUET പാസ് ആവണം. CUET ഇപ്പൊ ബിക്കോസ് ഇറ്റ്സ് ജസ്റ്റ് സ്റ്റാർട്ടഡ് 2-3 years ago, കുറെ എന്താ പറയാ കുറെ ഡൗട്ട്സ് ഉണ്ടാവും. ബട്ട് this is I think the third year since CUET has happened. അപ്പോ you have to make sure that നിങ്ങൾ പഠിക്കണത് എല്ലാം നന്നായിട്ട് പഠിക്കും. ബിക്കോസ് കുറെ കുട്ടികൾ ഓൾറെഡി അവർക്ക് ഇത് ഈ CUET-ന്റെ കാരണം ഈ കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ മെറിറ്റിന്റെ അത്ര ഈസി അല്ല കോളേജ് സ്വിച്ച് ചെയ്യാൻ. ഇപ്പൊ നിങ്ങൾക്ക് ഒരു കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ 2-3 സൈക്കിൾ കഴിഞ്ഞിട്ടേ വേറെ കോളേജ് കിട്ടുള്ളൂ. അപ്പോ നമ്മൾ പഠിക്കുമ്പോ തന്നെ അവർ ഗോൾ ഷുഡ് നോട്ട് ബി ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ കിട്ടണം, യുവർ ഗോൾ ഷുഡ് ബി ഡൽഹി യൂണിവേഴ്സിറ്റിന്റെ ടോപ്പ് കോളേജിൽ കിട്ടണം, നോട്ട് ജസ്റ്റ് DU. ബിക്കോസ് DU-ലാണെച്ചാൽ കുറെ കോളേജസ് ഉണ്ട്, ബട്ട് ഈ ഓഫ് ക്യാമ്പസ് കോളേജിൽ പോയാൽ ഞാൻ ഈ പറയുന്ന എക്സ്പോഷർ ഒന്നും കിട്ടില്ല. ബിക്കോസ് ഇറ്റ്സ് ഓഫ് ക്യാമ്പസ്, ഇറ്റ്സ് അവേ, ഒരു സ്റ്റുഡന്റ് കമ്മ്യൂണിറ്റിയും ഒന്നും ഉണ്ടാവില്ല. അപ്പോ യു നീഡ് ടു മേക്ക് ഷുവർ ദാറ്റ് യു ഗെറ്റ് ഇൻ ടു വൺ ഓഫ് ദ ബെസ്റ്റ് കോളേജസ് ഇൻ DU, and you have to study to get into one of the best colleges in DU. And yeah, adana enki parayanallathu. If you have any doubts or questions. Hi listeners, എല്ലാവരും ഡൗട്ട്സ് എല്ലാം ചോദിച്ചോളൂ. ആക്ച്വലി അവന്തിക ഇപ്പോ സെന്റ് സ്റ്റീഫൻസിലെ ലാംഗ്വേജ് കോഴ്സ് ചെയ്യുന്നുണ്ട്, ജാപ്പനീസ്. സോ നമുക്ക് അവന്തിക പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മെയിൻ കോഴ്സിനൊപ്പം അല്ലെങ്കിൽ മേജർ എടുക്കുന്നതിനോടൊപ്പം തന്നെ മൈനർ എടുക്കാം. അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഓഫർ ചെയ്യുന്ന മറ്റ് ലാംഗ്വേജ് കോഴ്സസും ചൂസ് ചെയ്യാം. ഐ തിങ്ക് അവന്തിക ഒന്ന് ജാപ്പനീസ് കോഴ്സിനെ കുറിച്ച് ഒന്ന് പറയുകയാണെങ്കിൽ നന്നായിരുന്നു. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ ഈ DUന്റെ കോളേജസ് എല്ലാ കോളേജസും ഓഫർ ചെയ്യുന്നുണ്ട്. അവര് ഓഫർ ചെയ്യണത് 12th മാർക്സ് വെച്ച് നോക്കിയിട്ടാണ്. അഫ്കോഴ്സ് സെന്റ് സ്റ്റീഫൻസ് ഇസ് ദ ബെസ്റ്റ് കോളേജ് ഫോർ ലാംഗ്വേജ് ലേണിംഗ്. അവരുടെ ടോപ്പ് ഫാക്കൽറ്റി, എല്ലാത്തിന്റെയും ടോപ്പ് ഫാക്കൽറ്റി, ലാംഗ്വേജിന്റെയും ടോപ്പ് ഫാക്കൽറ്റി സെന്റ് സ്റ്റീഫൻസിലാണ്. അത് കഴിഞ്ഞിട്ട് യു ഹാവ് ഹിന്ദു ആൻഡ് ദെൻ മിറാണ്ട ഫോർ ലാംഗ്വേജ് ലേണിംഗ്. ആൻഡ് ഞാൻ പഠിക്കുന്നത് ജാപ്പനീസ് ആണ്. അപ്പാർട്ട് ഫ്രം, അപ്പോ നമ്മൾക്കിപ്പോ എനിക്കുള്ളത് N5 ലെവലാണ്, ലൈക്ക് ദ ലോവസ്റ്റ് ലെവൽ. അപ്പൊ ഞാൻ ഇത് ഒരു ഇയർ കോഴ്സ് ആണ്, ഇറ്റ്സ് എ സർട്ടിഫിക്കറ്റ് കോഴ്സ്. അപ്പൊ ഞാൻ ഫൈനൽ ഇയറിലാണ് ജോയിൻ ചെയ്തത്. അതുകൊണ്ട് എനിക്ക് ഇവിടുന്ന് സർട്ടിഫിക്കറ്റ് കോഴ്സ് വരെ ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് ദേ ഓഫർ സർട്ടിഫിക്കറ്റ്, ഡിപ്ലോമ ആസ് വെൽ ആസ് അഡ്വാൻസ്ഡ് കോഴ്സ്. അപ്പോൾ ഓരോരോ ഇയർ ചെയ്യുമ്പോഴും ഓരോരോ ലെവൽ പാസ് ആവാം. ലൈക്ക് ഞാൻ ജാപ്പനീസിനെ പറ്റിയാണ് എനിക്ക് കൂടുതൽ അറിയാം. അപ്പൊ ഞങ്ങൾക്ക് N5, N4, N3, N2, N1 ആണുള്ളത്. അപ്പോ N5 ലെവൽ ആവുമ്പോൾ ഇറ്റ്സ് ജസ്റ്റ് ബേസിക്. ആൻഡ് ദെൻ N4 ലെവൽ നമ്മൾ ഡിപ്ലോമ എടുക്കുമ്പോൾ നമുക്ക് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കിട്ടും. ആൻഡ് ഇഫ് യു ടേക്ക് അഡ്വാൻസ് കോഴ്സ് ഇറ്റ്സ് ലൈക്ക് എ ഡിഗ്രി ഉണ്ട്. നമുക്ക് ഈ പാർട്ട് ടൈം ഡിഗ്രി പോലെയാണ് അവർ തരുന്നത്. അപ്പോ നിങ്ങൾ നിങ്ങൾക്ക് 4 years ഉണ്ടാവുമ്പോൾ
നിങ്ങൾക്ക് ആക്ച്വലി പാസ് ഔട്ട് ആകുമ്പോഴത്തേക്കും you can get 2 degrees apart. Of course you can get a minor, you can get a major, നിങ്ങളുടെ മേജറും നിങ്ങളുടെ മൈനറും ആൻഡ് ലാംഗ്വേജ് കോഴ്സ് എടുത്താൽ അതിന്റെയും ഡിഗ്രി സർട്ടിഫിക്കറ്റ് തന്നെ നിങ്ങൾക്ക് കിട്ടും. ആൻഡ് there's a lot of languages, Asian languages ഉണ്ട്, റൊമാൻസ് ലാംഗ്വേജസ് എല്ലാം ഉണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ഗുഡ് ബിക്കോസ് നമ്മൾ ഈ ഔട്ട്സൈഡ്, അപ്പോ ഞാൻ ഇപ്പോൾ മിറാണ്ടയിലാണ്, ബട്ട് ഐ എം ഗോയിങ് ടു സ്റ്റീഫൻസ്. അപ്പോൾ എനിക്ക് സ്റ്റീഫൻസിന്റെ കുട്ടികളായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും, സ്റ്റീഫൻസിന്റെ ഫാക്കൽറ്റി ആയിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും, എനിക്ക് അവരുടെ ലൈബ്രറിയിൽ ആക്സസ് ഉണ്ട്. സോ ഇത് ഈ ക്രോസ് കോളേജ് സിറ്റുവേഷൻ ആവുമ്പോൾ യു ലേൺ അ ലോട്ട് മോർ ബിക്കോസ് നമ്മളുടെ അടുത്തുള്ള റിസോഴ്സ് ഇറ്റ്സ് ഐ വിൽ കം ടു ദ ക്വസ്റ്റ്യൻ മാധവ്, ലെറ്റ് മീ ജസ്റ്റ് finish this. നമ്മളുടെ അടുത്തുള്ള റിസോഴ്സ് ഇറ്റ് ബിക്കംസ് ഡബിൾ. ആൻഡ് ഞാൻ പറഞ്ഞ പോലെ അതിന്റെ എക്സ്ട്രാ കോമ്പറ്റീഷൻസ് ഉണ്ടാവും. അത് ഉണ്ടാവുമ്പോൾ നമ്മൾ ഈ സർട്ടിഫിക്കറ്റ് കോഴ്സ് കഴിഞ്ഞാലാണ് അവർ കോമ്പറ്റീഷൻസ് കൊണ്ടുപോകാൻ തുടങ്ങുക. ബിക്കോസ് ബൈ ദി എൻഡ് ഓഫ് സർട്ടിഫിക്കറ്റ് കോഴ്സ് you will be able to speak the new language. അപ്പോൾ നമ്മൾ so that's when they take you to competitions. and competitions കൊണ്ടുപോകാൻ ഞങ്ങൾക്കുള്ള ജാപ്പനീസ് കോമ്പറ്റീഷൻസ് യൂഷ്വലി JNU ലാണ് നടക്കുക. ആൻഡ് അവിടുത്തെ ഫസ്റ്റ് പ്രൈസ് ഇസ് ഫുള്ളി പെയ്ഡ് ട്രിപ്പ് ടു ജപ്പാൻ. ആൻഡ് പിന്നെ ഓൾസോ ഇറ്റ്സ് നമ്മളിപ്പോ ഫോറിൻ പോയി പഠിക്കാനുള്ള പ്ലാൻസ് ഉണ്ടെങ്കിൽ നമ്മളുടെ അടുത്ത് എപ്പോഴും ഒരു എക്സ്ട്രാ ലാംഗ്വേജ് ഉണ്ടാവുന്നത് ഇസ് എ പ്ലസ്. ലൈക്ക് യൂണിവേഴ്സിറ്റീസ് ലൈക്ക് SOAS ആൻഡ് ഓൾ. SOAS ഇസ് സൗത്ത് ഏഷ്യൻ യൂണിവേഴ്സിറ്റി, ലണ്ടനിലാണ്. അവിടുത്തെ മെയിൻ കോഴ്സസ്, അലോട്ട് ഓഫ് ദെയർ കോഴ്സസ് ഹാവ് എക്സ്ട്രാ ലാംഗ്വേജ് ക്രെഡിറ്റ്സ്. അല്ലെങ്കിൽ നമ്മൾ ഒരു എക്സ്ട്രാ ലാംഗ്വേജ് ഉണ്ടെങ്കിൽ നമുക്കവിടെ കിട്ടുന്ന അഡ്മിഷന്റെ ചാൻസസ് ഇസ് മച്ച് മോർ ഹയർ ദാൻ യൂഷ്വൽ. And okay, so Madhav had a question about sports activities of DU. DU of course there's a sports quota in DU. Like if you're a national level, if you're a state level or national level player, നിങ്ങൾക്ക് sports quota വെച്ചിട്ടും DU ല് ചെയ്യാം. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവര് ആസാമത്തെ സ്റ്റേറ്റ് ലെവൽ ടേബിൾ ടെന്നീസ് പ്ലെയർ ആയിരുന്നു. ആൻഡ് ദേ got into DU through the sports quota. അവർ സോഷ്യോളജിയിലാണ് പഠിക്കുന്നത്. അപ്പൊ എങ്ങനെയാ വെച്ചാൽ ഈ സ്പോർട്സ്, ഞാൻ മിറാണ്ടേന്റെ സ്പോർട്സ് ഇത് പറയാം, ബട്ട് ജനറലി എല്ലായിടത്തും സെയിം തന്നെയാണ്. സ്പോർട്സ് കോട്ട ആകുമ്പോൾ യു ഹാവ് ടു, നിങ്ങൾ സ്പോർട്സ് കോട്ടയിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നത് വെച്ചാൽ യു ഹാവ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ എ മിനിമം നമ്പർ ഓഫ് ഗെയിംസ്. എല്ലാ സ്പോർട്സ് എല്ലാ ഇതിന്റെയും ഡിഫറെന്റ് റിക്വയർമെന്റ്സ് ആവും, ബട്ട് ദർ ഇസ് എ മിനിമം നമ്പർ ഓഫ് ഗെയിംസ് ദാറ്റ് യു ഹാവ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ടു കീപ് ദ അഡ്മിഷൻ. ആൻഡ് എല്ലാ ദിവസവും രാവിലെ there will be training. ആൻഡ് ഇതിന്റെ ഏത് സ്പോർട്സ് ആണോ അതിന്റെ കോച്ച് നിങ്ങൾക്ക് വന്ന് ട്രെയിൻ ചെയ്യും. ഒന്നെങ്കിൽ നിങ്ങളുടെ കോളേജിൽ തന്നെ അതിന്റെ ഫെസിലിറ്റീസ് ഉണ്ടെങ്കിൽ, ഓൾമോസ്റ്റ് ഓൾ കോളേജസിൽ അതിന്റെ ഫെസിലിറ്റീസ് ഉണ്ട്. പക്ഷെ അഥവാ ഇല്ലാത്ത കോളേജസ് ആണെച്ചാൽ നമുക്ക് DU തന്നെ സ്പോർട്സ് കോംപ്ലക്സ് ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് അവര് കോച്ചിങ് തരും. ആൻഡ് എല്ലാത്തിന്റെയും പ്രൊഫഷണൽസ് വെച്ചിട്ടാണ് അവർ കോച്ചിങ് തരുന്നത്. അപ്പോൾ ഈ സ്പോർട്സ് ആണെച്ചാലും you get training from the professionals. Are there any other questions? രണ്ട് കോളേജിന്റെയും കൂടെ ടൈമിങ്സ് എങ്ങനെയാണ്? മിറാണ്ട ഹൗസ് അവിടെയും മറ്റേ സെന്റ് സ്റ്റീഫൻസിൽ പോകുന്നതും കൂടെയുള്ള ടൈമിങ്സ്? ഓക്കെ, അപ്പോ യൂഷ്വലി ടൈമിംഗ്, മിറാണ്ടയുടെ ടൈമിംഗ് 8:30 to 5 o'clock ആണ്. യൂഷ്വലി എല്ലാ കോളേജസിന്റെയും ടൈമിംഗ് ഫ്രം 8 to 5 ആണ്. ചിലത് 8:30 to 5 ആവും, ചിലത് 8 to 5 ആവും. ബട്ട് ഒരു ബേസിക് ഒരു ജനറൽ ഇത് വെച്ച് പോവാന്ന് വെച്ചാൽ 8 to 5 ആണ് ഓൾമോസ്റ്റ് എല്ലാ യൂണിവേഴ്സിറ്റിന്റെയും ഇത്. പിന്നെ അതിന്റെ നമുക്ക് ക്ലാസ്സസ് ബട്ട് 8 to 5 കണ്ടിന്യൂസ് ഉണ്ടാവില്ല. എല്ലാ ദിവസവും നമ്മളുടെ ക്ലാസ്സസ് മാറിക്കൊണ്ടിരിക്കും, ടൈം ടേബിൾ മാറിക്കൊണ്ടിരിക്കും. സോ ദർ ഇസ് നോ ഡേ യു ഹാവ് ടു അറ്റൻഡ് 8 to സ്കൂൾ പോലെയല്ല, യു ഡോണ്ട് ഹാവ് ടു അറ്റൻഡ് 8 o'clock to 5 o'clock കംപ്ലീറ്റ്ലി. ആൻഡ് അതിന് ഇപ്പൊ സ്റ്റീഫൻസിൽ ആണെച്ചാൽ എങ്ങനെയാച്ചാ അവർക്ക് 8 to 11 ക്ലാസ് ഉണ്ട്. ആൻഡ് ദെൻ അവർക്ക് 1 മണിക്കൂർ ലഞ്ച് ബ്രേക്ക് ഉണ്ട്. പിന്നെ അവരുടെ 12 to 1, 8 to 11, 11 to 12, പിന്നെ 1 to 5 പിന്നെയും ക്ലാസ്, 12 to 5 പിന്നെയും ക്ലാസ്സസ് ആണ്. മിറാണ്ടന്റെ എങ്ങനെയാച്ചാ മിറാണ്ടയ്ക്ക് 15 minutes ആണ് ബ്രേക്ക്. അപ്പോൾ മിറാണ്ടയ്ക്ക് ഫസ്റ്റ് 8:30 ക്ലാസ് തുടങ്ങുക. 8:30 to 10:30 ക്ലാസ് ഉണ്ട്. 10:30 to 10:45 ഒരു ബ്രേക്ക് ആണ്. പിന്നെ 10:45 to 12:45 വരെ ക്ലാസ് ഉണ്ട്. ആൻഡ് ദെൻ 12:45 to 1:05 ബ്രേക്ക് ആണ്. ആൻഡ് ബ്രേക്ക് കഴിഞ്ഞിട്ട് പിന്നെ 1:05 to 5 o'clock വരെ ക്ലാസ് ഉണ്ട്. അങ്ങനെ ബട്ട് ജനറൽ എനിക്ക് ബാക്കി കോളേജസിന് അറിയില്ല, ബട്ട് മാക്സിമം 5 o'clock വരെ ക്ലാസ് ഉണ്ടാവുള്ളൂ. പിന്നെ ലാംഗ്വേജ് കോഴ്സ് എടുക്കുകയെന്ന് വെച്ചാൽ ഈ ലാംഗ്വേജ് കോഴ്സ് കംസ് ആഫ്റ്റർ യുവർ കോളേജ്. അപ്പോൾ എനിക്ക് വരുന്ന സ്റ്റീഫൻസത്തെ ബേസിക് ടൈമിംഗ്
5 o'clock to 7 o'clock ആണ്. പിന്നെ നിങ്ങൾക്ക് വീക്കെൻഡ് ബാച്ചും വീക്ക് ഡേ ബാച്ചും അങ്ങനെയൊക്കെ എടുക്കാം. Hi, there is another question. Campus life in Delhi. Campus life, it depends. അപ്പൊ നമുക്ക് ഇപ്പൊ ഞാൻ നിൽക്കുന്നത് വിജയനഗർ നോർത്ത് ക്യാമ്പസിലാണ്. ഇറ്റ്സ് എ കംപ്ലീറ്റ് സ്റ്റുഡന്റ് ഏരിയ. അപ്പോ ഇവിടെ എന്താ നമുക്ക് സ്റ്റുഡന്റ് ഹെൽത്ത് ഇവന്റ്സ് അങ്ങനത്തെ ഒക്കെ കുറെ ഇത് കിട്ടും. ആൻഡ് ഞാനിപ്പോ എന്റെ PG പുറത്തേക്ക് ഇറങ്ങിയ ഐ വിൽ സി only DU students. Like ഞാനിപ്പോ റോഡ് കൂടെ നടക്കാൻ വെച്ചാൽ ഐ വിൽ അറ്റ്ലീസ്റ്റ് see 3 people I know. അപ്പോ it's surrounded by students and it's very lively. നമുക്ക് എനിക്ക് കോളേജിനേക്കാളും എനിക്ക് ഇഷ്ടം ഞാൻ ഇങ്ങോട്ട് വിജയനഗറിൽ വരുമ്പോ അവിടെയാണ്. ബിക്കോസ് എനിക്ക് എന്റെ കോളേജിലല്ലാത്ത വേറെ കോളേജിലത്തെ ആൾക്കാരെയും ഐ ക്യാൻ മീറ്റ്. എന്റെ ഫ്രണ്ട്സ് ഉണ്ട്, വേറെ എന്താ പറയാ വേറെ സ്റ്റേറ്റത്തെയും വേറെ പിന്നെ എന്റെ ഡിപ്പാർട്ട്മെന്റിൽ ഞാൻ പറഞ്ഞില്ലേ മലയാളീസ് ഭയങ്കര കുറവാണ്. എനിക്കുള്ള മലയാളി ഫ്രണ്ട്സ് ഒക്കെ വേറെ കോളേജിൽ നിന്നും ഞാനിങ്ങനെ ഇവിടെ ഡൽഹിയിൽ ഞാൻ ഈ വിജയനഗറിൽ നിന്നിട്ടാണ് എനിക്ക് കിട്ടിയത്. അപ്പൊ ഇവിടെ ഇങ്ങനെ കുറെ ചെറിയ ചെറിയ സ്പോട്സ് ഉണ്ട്. നമുക്ക് ചായ കുടിക്കാനാണെച്ചാലും ഭക്ഷണം കഴിക്കാനാണെച്ചാലും എല്ലാം ഓൾസോ ഈസ് ഇൻ എ സ്റ്റുഡന്റ് ബഡ്ജറ്റ്. നമുക്ക് ഇപ്പൊ നമ്മളുടെ അടുത്ത് ഒരു 100 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസം ഫുൾ വയറ് നിറച്ച് കഴിക്കാനുള്ള ഇതുണ്ട്. ലൈക്ക് സോ ഇറ്റ്സ് എ വെരി വെരി സ്റ്റുഡന്റ് ഫ്രണ്ട്ലി ക്യാമ്പസ്. Do we have any other questions? Hi Avanthika, I think you can talk about DU fests, like college fests and everything. Okay, Gargi, I'll answer your question. I just have a question. Which college would you suggest apart from Miranda? So main colleges, of course, there is St. Stephen's. CUET colleges, I suggest St. Stephen's, Hindu, Ramjas, Hansraj, Zakir Hussain, and women's college answer Miranda, of course. Then there is DRC, which is Daulat Ram College. Then there is IPCW, which is Indraprastha College of Women's College, and Gargi University, Gargi College. Pinna one more CUET college is Kamala Nehru CUET. E colleges ഒക്കെ നോർത്ത് ക്യാമ്പസ് ഇൻ ക്യാമ്പസ് കോളേജസ് ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന സ്റ്റുഡന്റ് ലൈഫും ഓഫ് ക്യാമ്പസ് ലൈഫും college experience and exposure will be the max. So I would suggest these colleges. And about the fest, അപ്പോ ഈ വിന്റർ സീസണിലാണ് യൂഷ്വലി ഇപ്പൊ കോവിഡ് ആയതുകൊണ്ട് നമ്മളുടെ കുറച്ച് സ്കെഡ്യൂൾ അങ്ങോട്ടും ഇങ്ങോട്ടാണ് നടക്കുന്നത്. പക്ഷെ മെയിൻലി ഈ വിന്റർ തുടങ്ങുമ്പോഴാണ് ഡിയുന്റെ കോളേജ് ഫെസ്റ്റും തുടങ്ങുക. ഇപ്പൊ ആദ്യം എങ്ങനെയാ വെച്ചാൽ ആദ്യം ഈ IITs IIMsലൊക്കെ ഫെസ്റ്റ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടാണ് ഡിയുന്റെ തുടങ്ങാറ്. അപ്പൊ നിങ്ങൾ സൊസൈറ്റിയിൽ അണിച്ചാൽ ഈ ഒരു ടൈം, ഈ വിന്റർ ടൈം, യു വിൽ ബി വെരി ബിസി preparing for competition, hosting competitions and everything. Once the fest starts, it's just നമുക്ക് ഈ കോളേജ് ഹോപ്പിംഗ് ആണ്. നമ്മൾ ഒരു കോളേജിൽ പോവും, 2-3 മണിക്കൂർ അവിടെ നിൽക്കും, വേറെ കോളേജിൽ പോവും, 2-3 മണിക്കൂർ അവിടെ നിൽക്കും, അങ്ങനെയാണ്. അപ്പോ ഈ എല്ലാ സൊസൈറ്റീസും അല്ലെങ്കിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും അവരുടെ തന്നെ ഫെസ്റ്റ് ഉണ്ടാക്കും, ഫെസ്റ്റ് സെലിബ്രേറ്റ് ചെയ്യും. their own ഡിപ്പാർട്ട്മെന്റ് ഫെസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ സൊസൈറ്റി ഫെസ്റ്റ് ഉണ്ട്. അപ്പോ ഇങ്ങനത്തെ സമയത്ത് there will be a lot of partnerships, there will be a lot of programs like famous singers. Like last time ഹിന്ദു കോളേജിന്റെ മെയിൻ ഫെസ്റ്റിൽ സുനിധി ചൗഹാൻ വന്നിരുന്നു. ആൻഡ് ഇപ്പൊ അങ്ങനെ കുറെ മെയിൻ കോളേജ് ഫെസ്റ്റിൽ we get a lot of famous artists അവർ വന്നിട്ട് പെർഫോം ചെയ്യും. ആൻഡ് അതിന്റെ മുമ്പ് തന്നെ ഫുൾ എന്താ പറയാ നമ്മളുടെ ഫുൾ ക്യാമ്പസ് വൈബ്രന്റ് ആവും. എല്ലായിടത്തും ഡെക്കറേഷൻ, എവ്രി വൺ ഇസ് ഇൻ എ ഫെസ്റ്റീവ് വൈബ്, ആൻഡ് it's a good chance to make new friends and just enjoy in general. പിന്നെ it's also the time when teachers-ഉം ഭയങ്കര lenient ആവും ഈ സമയത്ത്. അപ്പൊ നമുക്ക് എന്താ പറയാ കംപ്ലീറ്റ്ലി എൻജോയ്. ലൈക് ഡിപ്പാർട്ട്മെന്റ്, ഇറ്റ് ഡിപെൻഡ്സ് ഡിപ്പാർട്ട്മെന്റ്, ബട്ട് മോസ്റ്റ് ഓഫ് ദി ടൈംസ് ടീച്ചേഴ്സിനും അറിയാം കുട്ടികൾക്ക് ഈ സമയത്ത് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് കുറച്ച് കുറയും. ഇപ്പൊ മിറാണ്ടയിലൊക്കെ ക്ലാസ്സസ് there are classrooms which overlook the lawn. അപ്പൊ ഈ ലോണിൽ ഒരാൾ ഇങ്ങനെ ഡാൻസ് കളിക്കുമ്പോഴൊക്കെ നമുക്ക് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് താനെ കുറയും. അപ്പോ അങ്ങനെ ആകുമ്പോ ടീച്ചേഴ്സ് ലെറ്റ് യു ഗോ വാച്ച് ഇറ്റ്. അപ്പൊ നമുക്ക് ഈ ഡൽഹി യൂണിവേഴ്സിറ്റി വരുമ്പോ ഓഫ്കോഴ്സ് ക്ലാസ്സസ് ആർ ഇമ്പോർട്ടന്റ്, ബട്ട് ഈ ക്ലാസ് എന്നുള്ള ഇത് പോവും. ബിക്കോസ് നമ്മളുടെ പ്രൊഫസേഴ്സിനെ നമ്മൾ എൻകറേജ് ചെയ്യണത് പുറത്ത് പോയിട്ടുള്ള നോളജ് കിട്ടാനാണ്. ലൈക് ക്ലാസ് റൂമിൽ ഓഫ്കോഴ്സ് നമുക്ക് ബുക്കിന്റെ നോളജേ കിട്ടുള്ളൂ. പക്ഷെ നമ്മൾ ഈ പുറത്ത് പോയി റിയൽ വേൾഡിൽ പോയിട്ട് നമ്മൾ
എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആക്ച്വൽ യൂസ്ഫുൾ നോളജ് കിട്ടുക. സോ ദീസ് പ്രൊഫസേഴ്സ് മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾ അവിടെ പോയിട്ട് നിങ്ങൾക്ക് അതും കൂടി കിട്ടണം. ആൻഡ് ഫെസ്റ്റ് ഇസ് എ വേ ടു ഗെറ്റ് ദോസ് റിയൽ ലൈഫ് എക്സ്പീരിയൻസ് നമുക്ക്. ആൻഡ് ഓൾസോ go to other colleges. Fest is one season. Fest time is one time when you get free entry to different colleges. Allengil all women's colleges usually entry kittarilla vere. Appo ingante time il every college is mingling with everyone else, and it's just a very happy vibes. Like it's all celebrative vibes. I have a question. How do you rate your overall experience in Delhi as in every aspect of life? Okay. Appo Delhi ഞാൻ ഇപ്പൊ സോഷ്യൽ ലൈഫ് പറയാന്ന് ഇറ്റ്സ് ഗ്രേറ്റ്. എനിക്ക് നല്ല ഫ്രണ്ട്സ് ഉണ്ട്. ആൻഡ് ഇപ്പൊ തേർഡ് ഇയർ വരുമ്പോ യൂഷ്വലി യു ഗെറ്റ് സാറ്റർഡേസ് ഓഫ്. അപ്പൊ സാറ്റർഡേ സൺഡേ 2 ദിവസം ഓഫ് ആണ്. യു ഹാവ് ഇനഫ് ടൈം ടു ഡു യുവർ അസൈൻമെന്റ്സ് ആൻഡ് ഓൾസോ പുറത്ത് പോയിട്ട് ടു ഹാവ് ഫൺ. ഈ നമ്മളിപ്പോ ഈ നോർത്ത് ക്യാമ്പസ് ഞാൻ പറഞ്ഞ സ്ഥലം വിജയനഗർ ഇസ് വെരി ക്ലോസ് ടു വൺ ഓഫ് ദ മെയിൻ ഹബ് MKT. അവിടെയാണ് എല്ലാ സ്റ്റുഡൻസും ടു ജസ്റ്റ് ചിൽ ചെയ്യാൻ പോവാറ്. ആൻഡ് ബട്ട് ഡൽഹി ഇസ് എക്സ്ട്രീം. ഇപ്പൊ ഇവിടുത്തെ വെതർ ചോദിക്കുകയാണെന്ന് വെച്ചാൽ ചൂട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടും, തണുപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പാണ്. ആൻഡ് ഈ തണുപ്പിന്റെ സമയത്ത് ഇപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ ഈ പൊല്യൂഷൻ അതൊക്കെ അത് എക്സ്ട്രീം ആണ്. ബട്ട് ഓൾസോ നമ്മൾ അതിന്റെ പ്രിക്കോഷൻസ് എടുത്താൽ വി ക്യാൻ ഓഫ് കോഴ്സ് ഗോ ഫോർവേഡ് വിത്ത് ഇറ്റ്. ആൻഡ് നമ്മൾ ഡൽഹിയിൽ വന്ന കുറെ ടൂറിസ്റ്റ് സ്ഥലം നമ്മളുടെ ഭയങ്കര അടുത്താണ്. ലൈക്ക് രാജസ്ഥാൻ ഇസ് ജസ്റ്റ് 6 hour ബസ് ഡ്രൈവ് അവേ, 6 hour ബസ് റൈഡ് അവേ. അപ്പോ ഇങ്ങനത്തെ നമുക്ക് ഈ ലോങ് വീക്കെൻഡ്സ് കിട്ടുമ്പോൾ കുറെ പുതിയ സ്ഥലങ്ങൾ കാണാനുള്ള ഭയങ്കര ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. ഞാൻ ഡൽഹിയിൽ വന്നിട്ടാണ് കുറെ പുതിയ സ്ഥലങ്ങൾ കണ്ടത്. ആൻഡ് നമുക്ക് സ്വന്തം കുറെ കാര്യങ്ങൾ ചെയ്യാനുള്ള ധൈര്യമൊക്കെ കിട്ടും. ആൻഡ് overall experience is great. I would say Delhi has changed me for the better. ഇവിടെ വന്നില്ലെങ്കിൽ a lot of things, ഞാൻ ഇപ്പൊ നാട്ടിലായിരുന്നു നിന്നെന്ന് വെച്ചാൽ a lot of things എനിക്ക് I would have missed out on a lot of things like traveling alone or going to new places, talking to people from other states. അതെനിക്ക് കിട്ടില്ലായിരുന്നു. Or learning a new language like Hindi പഠിക്കാനോ. നമ്മൾ ഇവിടെ വന്നാൽ of course we have Malayali friends, but we will want to learn because എല്ലാരും ഇപ്പൊ ഹിന്ദി സംസാരിക്കുമ്പോൾ we will also want to learn and fit in. Appo we just learn it on our own. So overall I would say that Delhi is one of the best college life experience I've had. Are there any other questions? Hi students, actually നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ Avanthika is actually preparing for CUET PG now. So അതിനെക്കുറിച്ച് രണ്ടു പേർക്ക് സംസാരിക്കാൻ പറ്റുകയാണെങ്കിൽ നന്നായിരിക്കും. ഓക്കെ. എനിക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കാണു asking about my first day experience. And I have another question. How long did it take you to adjust? അപ്പൊ ഞാൻ ആദ്യം എന്റെ ഫസ്റ്റ് ഡേ എക്സ്പീരിയൻസ് പറയാം. അപ്പൊ ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് കോവിഡ് സമയമായിരുന്നു. അപ്പൊ എനിക്ക് നവംബറിനാണ് ക്ലാസ് തുടങ്ങിയത്. ആൻഡ് ഓൾമോസ്റ്റ് 2 months എനിക്ക് ഓൺലൈൻ ആയിരുന്നു. ഞങ്ങൾക്ക് ഒരാഴ്ച മുമ്പെയാണ് നോട്ടിഫിക്കേഷൻ വന്നത് നിങ്ങളുടെ കോളേജ് ഒരാഴ്ചയിൽ തുറക്കുന്നതാവുന്നു. അപ്പോ ആക്ച്വലി എനിക്ക് ഓപ്പണിംഗ് ഡേയില് വരാൻ പറ്റിയിട്ടില്ല കോളേജിൽ. ഞാൻ ഒരു വീക്ക് കഴിഞ്ഞിട്ടാണ് വന്നത്. പക്ഷെ അപ്പോഴും എല്ലാരും സ്റ്റുഡൻസ് എല്ലാം വരുന്ന സമയമായിരുന്നു. ഫസ്റ്റ് ഡേ ഓഫ് കോഴ്സ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ലൈക്ക് മിറാണ്ടയിൽ അഡ്മിഷൻ കിട്ടി, DUയിൽ അഡ്മിഷൻ കിട്ടി, ഫുൾ എന്താ പറയാ ലൈഫ് ഇസ് ഗോയിങ് ടു ചേഞ്ച് ആൻഡ് അങ്ങനെയൊക്കെയായിരുന്നു. ബട്ട് ഓൾസോ ഐ എം എ വെരി ഷൈ പേഴ്സൺ. അപ്പൊ എനിക്ക് ഇന്ററാക്ട് ചെയ്യാൻ എനിക്ക് പേടിയായിരുന്നു. ഞാൻ ഇന്ററാക്ട് ചെയ്യില്ല, ചിലപ്പോൾ ഫ്രണ്ട്സ് ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ. അപ്പൊ ഫസ്റ്റ് ഡേ പോയ ഉടനെ തന്നെ എനിക്ക് ക്ലാസ്സസ് ആയിരുന്നു. ക്ലാസ്സിൽ ഐ വാസ് വെരി സർപ്രൈസ്ഡ് ബിക്കോസ് ക്ലാസ്സിൽ എല്ലാവരും everybody wants to talk to you. Like നമ്മളൊരു ചാൻസ് എടുത്താൽ everybody wants to be your friend, everybody wants to talk to you. അപ്പൊ എനിക്ക് ക്ലാസ്സിൽ പേടിയായിരുന്നു ബിക്കോസ് ഞാൻ എന്താ പറയാ ഒരു സൗത്ത് ഇന്ത്യൻ ആകുമ്പോ അതിന്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ, അല്ലെങ്കിൽ അവരെന്തെങ്കിലും ലൈക്ക് ജസ്റ്റ് ജനറലി എനിക്ക് അതിന്റെ ഒരു പേടിയുണ്ടായിരുന്നു. ബട്ട് ക്ലാസ്സിൽ പ്രൊഫസേഴ്സ് were very helpful. ഞാൻ ചെന്ന ദിവസം തന്നെ അവരെന്നോട് ആദ്യം പറഞ്ഞത് ഈ ലാംഗ്വേജ് ഗ്യാപ്പും അതൊന്നും പ്രശ്നമായിട്ട് എടുക്കരുത്, എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും ഞങ്ങൾ അപ്രോച്ച് ചെയ്യണം. സോ ദേ വർ വെരി ഫ്രണ്ട്ലി. ആൻഡ് അത് കഴിഞ്ഞിട്ട് എല്ലാരും നെസ്കഫെ
എല്ലാവരും നെസ്കഫേ, ഞങ്ങളുടെ മിറാണ്ടയിൽ നെസ്കഫേ ലോഞ്ച് ഉണ്ട്. അവിടെയാണ് ഈ ലഞ്ച് ബ്രേക്കിലോ അല്ലെങ്കിൽ ബ്രേക്ക് ടൈമിൽ എല്ലാവരും വരിക. ഞാൻ പോയ ദിവസം തന്നെ അവിടെ SFIന്റെ ഒരു ഇത് നടക്കുകയായിരുന്നു. അവരുടെ ഒരു പ്രൊട്ടസ്റ്റ് അല്ല, അവരുടെ ഒരു മീറ്റിംഗ് നടക്കുകയായിരുന്നു വിത്ത് സ്റ്റുഡൻസ്. അപ്പോ SFI വാസ് ലൈക്ക് വരുന്നോ, ജോയിൻ ചെയ്യണോ, ആൻഡ് ദെൻ ദേ എക്സ്പ്ലെയിൻഡ് ഇറ്റ് ടു മീ. ആൻഡ് അവിടുന്ന് ഞങ്ങള് കുറെ സീനിയേഴ്സ് ഉണ്ടായിരുന്നു, അവരുടെ വെച്ച് ഇന്ററാക്ട് ചെയ്തു. ആൻഡ് പിന്നെ അഫ്കോഴ്സ് ക്യാൻറ്റീനിൽ പോയി. ക്യാൻറ്റീൻ ബിക്കോസ് ഇറ്റ്സ് എ വെരി ബിഗ് ക്യാൻറ്റീൻ. നമ്മുടെ സ്കൂൾ ക്യാൻറ്റീൻ ഒക്കെ അറ്റ്ലീസ്റ്റ് എന്റെ സ്കൂൾ ക്യാൻറ്റീൻ ഒരു ചെറിയൊരു ഷോപ്പ് പോലത്തെ സ്ഥലമായിരുന്നു. ബട്ട് Mirandale, there are like 3 different canteens, and it was very fascinating because പിന്നെ എല്ലായിടത്തും there were people from different places. Like ഞാൻ KV-ലാണ് പഠിച്ചത്, അപ്പോ കുറെ വേറെ KV-ത്തെ കുട്ടികളും ആൻഡ് അങ്ങനെ കുറെ ഫ്രണ്ട്സ് ആയി. ആൻഡ് ഞാൻ വിചാരിച്ചിരുന്നു ഫസ്റ്റ് ഡേ, ലൈക്ക് ഓഫ് കോഴ്സ് ഫസ്റ്റ് ഡേ ആകുമ്പോൾ വിൽ ബി ഇന്റിമിഡേറ്റഡ്, ലൈക്ക് ശരിയായില്ലെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമായാലോ അല്ലെങ്കിൽ വാട്ട് ഇഫ് യു എംബാരസ് യുവർ സെൽഫ്. ബട്ട് അതൊന്നും ഇല്ല, because once you go to the college, people are just like you. എല്ലാവരുടെയും ഫസ്റ്റ് ഡേ ആണ്. Everybody is scared about the same thing. അപ്പൊ you just have to just let it be. ഭയങ്കര ഫ്രീ ആയിട്ട് പോവുക. And even if it seems intimidating, it is not. Everybody will be very welcoming. Your seniors will try their best to help you. They just want you to have a good and peaceful life here in the campus. So they make sure to help you. And somebody had asked me how long it took me to adjust. To adjust with the people, it didn't take me a lot of time. Like everybody is very free here. Like there is no judgment or അങ്ങനത്തെ ഒരു സീൻ ഇല്ല ഇവിടെ. ലൈക്ക് എല്ലാവരും വേറെ വേറെ സ്ഥലത്ത് നിന്ന് വരുമ്പോൾ അവരുടെ കൾച്ചേഴ്സ് ഉണ്ടാവും. ബട്ട് ദേ ആർ ഓൾസോ ഓപ്പൺ ടു ന്യൂ കൾച്ചേഴ്സ്. അപ്പോ അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. എനിക്ക് ആൾക്കാരായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറെ മേ ബി എ വീക്ക് ഓർ അത്ര. എനിക്ക് ഫ്രണ്ട്സ് ഉണ്ടാക്കാനുള്ള ആ സമയം അത്രയേ ഉള്ളൂ. ബട്ട് ഡൽഹിന്റെ ക്ലൈമറ്റായി അഡ്ജസ്റ്റ് ചെയ്യാൻ എനിക്ക് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. ബിക്കോസ് ഇവിടെ എക്സ്ട്രീം ക്ലൈമറ്റ്സ് ആണ് ഞാൻ പറഞ്ഞ പോലെ. അപ്പോ നമ്മൾ പ്രിക്കോഷൻസ് എടുത്താൽ അഫ്കോഴ്സ് നമ്മൾ ശരിയാവും. ബട്ട് എന്താ പറയാ, ഇറ്റ്സ് ഫസ്റ്റ് ടൈം നമ്മൾ അമ്മയും അച്ഛനൊന്നും ഇല്ലാണ്ട് ആദ്യമായിട്ടാവും ചിലപ്പോ നമ്മളിവിടെ നിൽക്കണത്. അപ്പോ അതാവുമ്പോ കുറച്ച് കെയർലെസ് മരുന്ന് കഴിക്കില്ല, അല്ലെങ്കിൽ ചിലപ്പോ സമയത്തിന് ഭക്ഷണം കഴിക്കില്ല, അങ്ങനത്തെ ഒക്കെ ചെയ്യുമ്പോ യു ഫോൾ സിക്ക്. അപ്പോ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ, ലൈക്ക് ആക്ച്വലി ഒരു റുട്ടീൻ ഉണ്ടാക്കി എടുക്കാൻ ടു മേക്ക് ഷുവർ ഐ ടേക്ക് കെയർ ഓഫ് മൈസെൽഫ്, അതിന് കുറച്ച് ഇറ്റ് ടുക്ക് മീ ലൈക്ക് 3-4 months. ബട്ട് അത് കഴിഞ്ഞിട്ട് ഒരു റുട്ടീൻ നമ്മളുടെ സെറ്റ് ആയി കഴിഞ്ഞാൽ ഇറ്റ്സ് ഈസി ടു ഫോളോ ഇറ്റ്. അപ്പോ ടോട്ടലി അയൽസേ അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരു 1.5-2 months എനിക്ക് എടുത്തു, ഡൽഹിന്റെ എല്ലാ ആസ്പെക്ടിലും അഡ്ജസ്റ്റ് ആയി വരാൻ. ആൻഡ് സോ ഇസ് ദ ക്രൗഡ് ഇൻ DU more sophisticated than in Kerala? That's it's a very relative question. Like നമ്മള് ഇപ്പൊ എല്ലായിടത്തും എല്ലാ ടൈപ്പത്തെ ക്രൗഡ് ഉണ്ടാവും. സോ നമ്മള് ജോയിൻ ചെയ്യുന്ന ഗ്രൂപ്പ് അല്ലെങ്കിൽ നമ്മളുടെ അടുത്തുള്ള ആൾക്കാരുടെ അനുസരിച്ച് ഉണ്ടാവും ദ ക്രൗഡ്. സോ it's not a very yes or no എനിക്ക് പറയാൻ പറ്റില്ല. ബിക്കോസ് ഇവിടെ ഞാൻ ഇപ്പൊ പറയാണ് ഇവിടെയാണ് സോഫിസ്റ്റിക്കേറ്റഡ് ക്രൗഡ് മോർ എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. ബിക്കോസ് there are less sophisticated people too. ബട്ട് അപ്പോ ഇറ്റ്സ് എ വെരി റിലേറ്റീവ് ക്വസ്റ്റ്യൻ. ഐ വിൽ ജസ്റ്റ് സേ ദാറ്റ് നിങ്ങളുടെ ഗ്രൂപ്പ് അല്ലെങ്കിൽ the people that you surround yourself with, they will decide what sort of the level of sophistication. And okay, there's a question, can you tell about recruitment and job opportunities in DU? So ഞാൻ പറഞ്ഞ പോലെ എല്ലാ കോളേജിനും പ്ലേസ്മെന്റ് സെൽ ഉണ്ടാവും. അപ്പോൾ ഈ പ്ലേസ്മെന്റ് സെന്ററിൽ ജോയിൻ ചെയ്ത അവര് ഇങ്ങനെ നമുക്ക് മെയിലിൽ ഇങ്ങനെ റിക്രൂട്ട്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് ഇങ്ങനെ അയച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ നമുക്ക് ഇൻട്രസ്റ്റ് വരുന്ന സംഭവത്തില് നമുക്ക് അപ്ലൈ ചെയ്ത് ഇടാൻ പറ്റുന്നതാണ്. ആൻഡ് DUല് വന്നാൽ ഇവിടെ നമുക്ക് ഈ ഇന്റേൺശാല, ലിങ്ക്ഡിൻ അങ്ങനത്തെ സൈറ്റ്സിലൊക്കെ നമ്മള് ഈ DUന്ന് യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി നമ്മൾ കൊടുക്കുമ്പോൾ കുറെ എംപ്ലോയേഴ്സ് അവരുടെ ഒരു ക്രൈറ്റീരിയ ആവും DU സ്റ്റുഡൻസ്. അപ്പോ നമ്മളത് ഈ ലിങ്ക്ഡിൻ ഇന്റേൺശാല സൈറ്റ്സിൽ കൊടുക്കുമ്പോൾ നമ്മളുടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടും. ആൻഡ് ഇപ്പൊ if you want to know just through college, placement cells are the answer. Placement cell, you can sit for placements in the final year or and I think നിങ്ങൾക്ക് 3rd year and 4th year ഇരിക്കാം. ഞങ്ങൾക്ക് 3rd year ലാണ് ഇരിക്കാൻ പറ്റുക, the beginning of 3rd year.
and our internship opportunities just like job opportunities. So I think ഈ ICICI മിറാണ്ടയിൽ ICICI ബാങ്ക് അങ്ങനത്തെ കുറെ അങ്ങനത്തെ കുറെ എംപ്ലോയേഴ്സ് വന്നിരിക്കണു ആൻഡ് യു ഗെറ്റ് എ ഗുഡ് ഇനഫ്. ഞാൻ പ്ലേസ്മെന്റിൽ ഇരുന്നിട്ടില്ല ബിക്കോസ് ലൈക്ക് ഗാർഗി സൈഡ് ഞാൻ PG പ്രിപ്പയർ ചെയ്യാണ്. And there's another question: is anything special in DU? If else, how will you differentiate between a graduate from DU and an individual from another university? This would be like a name tag. ഞാൻ പറഞ്ഞ പോലെ DU graduate ചെയ്തു എന്ന് പറഞ്ഞാൽ it's a name tag that you carry around always. ഇപ്പോ എന്താ പറയാ, it's like ഞാൻ പറഞ്ഞ പോലെ it's like an IIT name tag. Like when somebody says you're an IIT graduate in the academic setting, nammal DU na graduate idu nu parnal that gives us an advantage around people from other universities, other individual universities. So that is a major factor. And the special thing in DU is the exposure you get. namakku ee DU le kittana atra exposure I am sure വേറെ ഒരു കോളേജിനും കിട്ടില്ല, ബിക്കോസ് ഇവിടെ നമുക്ക് സ്വന്തം കിട്ടും. ബട്ട് ലൈക്ക് ഐ സെഡ്, പ്രൊഫസേഴ്സ് ഓൾസോ മേക്ക് ഷുവർ യു ഗെറ്റ് ഔട്ട്സൈഡ് വേൾഡ് എക്സ്പീരിയൻസ്. എന്റെ മൈനർ ഇംഗ്ലീഷ് ആയിരുന്നു. ഞങ്ങൾക്ക് ക്ലാസ്സിനെക്കാളും കൂടുതൽ ഞങ്ങളുടെ പ്രൊഫസർ ഞങ്ങളെ എക്സിബിഷൻസും അല്ലെങ്കിൽ ടോക്സിനും ഒക്കെയാണ് കൊണ്ടുപോയത്. അത് ത്രൂ ഞങ്ങൾക്ക് ജസ്റ്റ് ബുക്കിഷ് നോളജ് അല്ല, ഞങ്ങൾക്ക് റിയൽ വേൾഡ് നോളജും ആൻഡ് കുറെ ആൾക്കാരെ കാണാനും ഉള്ള ഇതുണ്ടായി. ഞങ്ങൾക്ക് ഒരു ഹാൻഡ്സ് ഓൺ വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു എന്റെ സെക്കൻഡ് ഇയറിൽ, വേർ വി വെന്റ് ടു ദിസ് പൾപ്പ് ഫിക്ഷൻ വിച്ച് ഇസ് എ ബിഗ് ഫ്രീലാൻസ് സ്റ്റുഡിയോ ഇവിടെ ഡൽഹിയില്. ആൻഡ് അവിടെ ചെന്നിട്ട് വി ഡിഡ് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റിങ്സ്. ആൻഡ് ഞങ്ങളുടെ കോഴ്സ് ഉണ്ടായിരുന്നത് അബൌട്ട് പ്രിന്റിംഗ് ആയിരുന്നു. ഞങ്ങൾക്ക് മെയിൻ സ്ട്രീം നോവൽസ് ആൻഡ് പ്രിന്റിംഗ് പബ്ലിക്കേഷൻസ് അതിനെ പറ്റിയിട്ടായിരുന്നു ഞങ്ങളുടെ കോഴ്സ് ഉള്ളത്. അപ്പോൾ അതെങ്ങനെയാണ്, അതിന്റെ ബിഹൈൻഡ് ദ സീൻസ് എങ്ങനെയാണെന്ന് പറയാൻ ഞങ്ങളുടെ ഫുൾ പ്രൊഫസർ തന്നെ ടു അവേഴ്സ് വർക്ക്ഷോപ്പ് ആയിരുന്നു, ഫുൾ പെയ്ഡ് ആൻഡ് എവറിത്തിങ്. അവിടെ പോയി സംസാരിച്ചു. ഞങ്ങൾക്ക് തന്നെ മെഷീൻസ് കുറച്ചിങ്ങനെ വർക്ക് ചെയ്യാനും ആൻഡ് സാധനങ്ങൾ വി കുഡ് പ്രിന്റ് എ സ്മോൾ ലൈക്ക് 1 page ലൈക്ക് പോസ്റ്റർ സൈസ് പ്രിന്റ് ചെയ്യായിരുന്നു. ഇറ്റ്സ് അവർ ഓൺ വർക്ക്. അത് ഇങ്ങോട്ട് കൊണ്ടുവരായിരുന്നു. അങ്ങനത്തെ ഇങ്ങനത്തെ ചെറിയ ചെറിയ എക്സ്പീരിയൻസ് ഫ്രം ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് അത് DUല് മാത്രമേ കിട്ടൂ. ആൻഡ് are there any other questions? If not, I can talk about my PG. ഞാൻ ഇപ്പൊ സംസ്കൃത് ആണ്. അപ്പൊ എന്റെ തേർഡ് ഇയറിൽ എനിക്കൊരു പേപ്പർ ഉണ്ടായിരുന്നു, എപ്പിഗ്രഫി പേപ്പർ എന്ന് പറഞ്ഞിട്ട്. എപ്പിഗ്രഫി ബേസിക്കലി ഈ നമ്മളുടെ ഈ മോണ്യുമെന്റ്സിലൊക്കെ ഈ കല്ലിലൊക്കെ എഴുതിയ ഈ ആർട്ടിക്കിൾസ് ഒക്കെ എന്താ പറയാ പഠിക്കണതാണ് എപ്പിഗ്രഫി, സിമ്പിൾ ആയി പറഞ്ഞ. അപ്പൊ നമ്മള് ഈ എപ്പിഗ്രഫി പഠിക്കുമ്പോൾ നമ്മള് ഈ വെരി ഫസ്റ്റ് ലാംഗ്വേജ് ലൈക്ക് വെരി ഫസ്റ്റ് ലാംഗ്വേജ് ബ്രാഹ്മി സ്ക്രിപ്റ്റ് ഒക്കെ പഠിക്കും. അതായിരുന്നു എപ്പിഗ്രഫി. അപ്പൊ അത് ത്രൂ ആണ് എനിക്ക് ആക്ച്വലി ഈ ലിംഗ്വിസ്റ്റിക്സിന്റെ ഐഡിയ അല്ല, ലിംഗ്വിസ്റ്റിക്സിനെ പറ്റി കൂടുതൽ മനസ്സിലായത് തന്നെ. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഞാൻ പ്രൊഫസേഴ്സിനോട്, എന്റെ ഇംഗ്ലീഷ് പ്രൊഫസറിനോടും പിന്നെ എന്റെ ഡിപ്പാർട്ട്മെന്റ് പ്രൊഫസേഴ്സിനോടും സംസാരിച്ചിട്ടാണ് എനിക്ക് ലിംഗ്വിസ്റ്റിക്സ് ആസ് എ ഫീൽഡ് മനസ്സിലായത്. അപ്പോ ഈ ലിംഗ്വിസ്റ്റിക്സിൽ തന്നെ കുറെ സോഷ്യോ ലിംഗ്വിസ്റ്റിക്സ്, ഹിസ്റ്ററി ലിംഗ്വിസ്റ്റിക്സ്, കമ്പ്യൂട്ടേഷണൽ ലിംഗ്വിസ്റ്റിക്സ്, അങ്ങനത്തെ കുറെ ആസ്പെക്ട്സ് ഉണ്ട്. അപ്പൊ ഞാൻ PG ചെയ്യാൻ നോക്കണ ഈ അപ്ലൈഡ് ലിംഗ്വിസ്റ്റിക്സ് ആണ്. എനിക്കും CUET എഴുതണം. സോ ഞാൻ മാർച്ചിൽ എഴുതാൻ പോവാണ് CUET PG ലിംഗ്വിസ്റ്റിക്സിൽ. So yeah, are there any other questions? നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം കേട്ടോ, ബിക്കോസ് this discussion is to make sure that നിങ്ങള് by the time you come to Delhi that you don't have any doubts. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം. ഹോസ്റ്റൽ ഫെസിലിറ്റിയെ പറ്റിയും അല്ലെങ്കിൽ അക്കോമഡേഷൻ കണ്ടുപിടിക്കാൻ പ്രയാസം കാണോ PG ആയിട്ട്? അതിനെ പറ്റിയും കൂടെ ഒന്ന്. ഹോസ്റ്റൽ ഇപ്പോ എല്ലാ ഹോസ്റ്റലിലും ലിമിറ്റഡ് സീറ്റ്സേ ഉള്ളൂ. അപ്പോ ഓൾമോസ്റ്റ് എല്ലാ ഹോസ്റ്റൽസ് കുറെ കോളേജസിന് ഇല്ല. മിറാണ്ട, സ്റ്റീഫൻസ്, ഹിന്ദു ഉണ്ട്, ഹൻസ്രാജിന് ഇല്ല. പിന്നെ DRC എന്ന് പറഞ്ഞ കോളേജിന് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിന് മാത്രമേ ഉള്ളൂ. അപ്പോ ഈ ഹോസ്റ്റൽ ഫെസിലിറ്റി കിട്ടണതും ഇപ്പൊ എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും 1-2 കുട്ടിയൊക്കെ കിട്ടുള്ളൂ. ലൈക് ടോപ്പ് 1 or 2 അല്ല, ടോപ്പ് 2 സ്റ്റുഡൻസിനെ ഹോസ്റ്റൽ ഫെസിലിറ്റി കിട്ടുള്ളൂ. അല്ലാണ്ട് നമുക്ക് ഇവിടെ നമ്മളുടെ ഡൽഹി യൂണിവേഴ്സിറ്റി മെയിൻ ഏരിയന്ന്
ഒരു 10 minutes വാക്കിലാണ് ഈ വിജയനഗർ, ഓൾഡ് ഗുപ്ത, ഹഡ്സൺ, കമലാനഗർ, ഇതൊക്കെയാണ് നമ്മളുടെ കോമൺ ആയിട്ടുള്ള സ്ഥലങ്ങൾ കുട്ടികള് അക്കോമഡേഷൻ നിൽക്കുന്നത്. ഇവിടെ എല്ലാം ഉണ്ട്. നമുക്ക് PG വേണമെങ്കിൽ PG കിട്ടും, ഫ്ലാറ്റ് വേണമെങ്കിൽ ഫ്ലാറ്റ് കിട്ടും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു PG ഫ്ലാറ്റ് മിക്സ് ആയിട്ടുള്ള, ലൈക്ക് നമ്മള് PG പോലത്തെ റൂംസും ബട്ട് കിച്ചൺ ഉണ്ട്, നമുക്ക് ഫുഡ് വേണമെങ്കിൽ കിച്ചണിൽ കുക്ക് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ കുറെ ഫെസിലിറ്റീസ് ആയിട്ടുണ്ട്. ഇവിടെ വന്നാൽ അത് ലൈക്ക് അഫ്കോഴ്സ് നമ്മള് ഓൺലൈൻ നോക്കുമ്പോൾ യു സി ഫേമസ് പ്ലേസസ് ലൈക്ക് സ്റ്റാൻസ ഓർ യുവർ സ്പേസ്, അതൊക്കെ ഉണ്ട്. ബട്ട് നമ്മൾ ഡൽഹിയിൽ വന്നു കഴിയുമ്പോൾ യു സി ദീസ് പ്ലേസസ്. ഡൽഹിയിൽ മാത്രമല്ല, ഇങ്ങനെ ചെറിയ ചെറിയ PGs that are better for you and have better food. Like PG life എന്ന് പറഞ്ഞാൽ, like PGs generally നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ we have to make sure that അവിടുത്തെ ഫുഡും അവിടുത്തെ അതർ ഫെസിലിറ്റീസും എന്താന്ന് നോക്കിയിട്ട് PG ഫൈനലൈസ് ചെയ്യാൻ പാടുള്ളൂ. ലൈക്ക് നമ്മൾ 3-4 PG വേണമെങ്കിൽ, എത്ര PG വേണമെങ്കിലും നോക്കാം, ബട്ട് യു ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് അവര് നിങ്ങളെ ഓവർ ചാർജ് ചെയ്യുന്നില്ല. ലൈക്ക് കുറെ സ്ഥലത്തൊക്കെ ഇങ്ങനെ കുട്ടി റൂമിന് വരെ അവര് 15K 17K ഒക്കെ ചോദിക്കും. ബട്ട് നമ്മൾ ഇവിടെ ഡൽഹിയിൽ വന്നിട്ട് ഇതാക്കുമ്പോൾ മനസ്സിലാവും, there are other places, വലിയ റൂം കിട്ടുന്ന places, you just have to pay 10K and everything. ഞാൻ സ്റ്റാൻജയിലായിരുന്നു ആദ്യം, ബട്ട് എനിക്ക് PG ലൈഫ് ആദ്യം ശരിയായിരുന്നില്ല. അപ്പൊ ഞാൻ ഫ്ലാറ്റിലേക്ക് മാറി. ഞാനും കുറച്ച് ഫ്രണ്ട്സും ഉണ്ടായിരുന്നു, ഫ്ലാറ്റിലേക്ക് മാറി. ഞാൻ ഓൾമോസ്റ്റ് 2 years ഫ്ലാറ്റിൽ തന്നെയായിരുന്നു. പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ PGയിലാണ്. ബിക്കോസ് 3rd year ആവുമ്പോൾ എനിക്കൊരു എക്സ്ട്രാ കോഴ്സും ഉണ്ട്. ആൻഡ് ഫ്ലാറ്റിലാവുമ്പോ യു ഹാവ് ടു നമ്മൾ തന്നെ കുക്ക് ചെയ്യണം, നമ്മൾ തന്നെ ക്ലീൻ ചെയ്യണം, അങ്ങനത്തെ കുറെ ആസ്പെക്ട്സ് ഉണ്ട്. അപ്പോ PGയിലാവുമ്പോ ലൈഫ് ഇസ് എ ബിറ്റ് മോർ ഈസിയർ. ബട്ട് generally accommodation നമുക്ക് ഡൽഹിയിൽ വന്നാൽ it's easy to get. And like I said, student communities like SFI and all, they are very helpful. നമ്മൾ കോളേജിൽ വരുമ്പോ തന്നെ ഈ SFI യൂണിറ്റ് ഒക്കെ, കോളേജ് SFI യൂണിറ്റ്, they make sure നിങ്ങൾക്ക് അക്കോമഡേഷൻ കിട്ടാനും, അല്ലെങ്കിൽ ഇതിന്റെ മുമ്പ് തന്നെ ലൈക്ക് ആഫ്റ്റർ this thing is announced, result is announced, they make groups. ഇങ്ങനെ ചെറിയ ചെറിയ ഗ്രൂപ്പ്സ് ഉണ്ടാക്കിയിട്ട് അക്കോമഡേഷന്റെ ലിസ്റ്റും അല്ലെങ്കിൽ PGസിന്റെ ലിസ്റ്റും ഒക്കെ അവരിങ്ങനെ അയക്കുന്നതാവും. അപ്പോ അക്കോമഡേഷൻ കിട്ടാൻ എളുപ്പമാണ്. So എനിക്കൊരു ക്വസ്റ്റ്യൻ, how often are you able to go home, mode of travel preferred? അപ്പൊ ഞാൻ ആക്ച്വലി എന്റെ അച്ഛനും അമ്മയും ഇപ്പൊ നിൽക്കുന്നത് കർണാടകയിലാണ്. അപ്പോ ഞാൻ എനിക്കൊരു ലോങ് വെക്കേഷൻ ഉണ്ടെങ്കിലേ ഞാൻ പോവാറുള്ളൂ. ബിക്കോസ് ഞാനിപ്പോ ട്രെയിനിന് പോവാന്ന് വെച്ചാൽ ഇറ്റ് വിൽ ടേക്ക് മീ അറൌണ്ട് 1.5-2 days അവിടെ എത്താൻ. ഞാൻ യൂഷ്വലി ഫ്ലൈറ്റ്സ് ആണ് പ്രിഫർ ചെയ്യാറ്. ബിക്കോസ് ഫ്ലൈറ്റ്സിൽ യു ഓൾസോ ഗെറ്റ് സ്റ്റുഡന്റ് ഡിസ്കൗണ്ട് വിച്ച് ഇസ് അറൌണ്ട് 5-10% ഓഫ്, ആൻഡ് എക്സ്ട്രാ ബാഗേജിന്റെയും ഇത് കിട്ടും. അപ്പൊ ഞാൻ ഫ്ലൈറ്റ് ആണ് പ്രിഫർ ചെയ്യാറ്. ബിക്കോസ് 3 മണിക്കൂറിൽ ഞാൻ വീട്ടിലെത്തും. ആൻഡ് ഹൗ ഓഫൻ ഞാൻ കോവിഡ് ബാച്ച് ആയ സ്റ്റുഡന്റ് ആയതിന്റെ കാരണം എനിക്ക് എന്റെ സെം ഭയങ്കര ഷോർട്ട് ആയിരുന്നു. എനിക്ക് 3 മാസത്തെ സെം ആയിരുന്നു. അതിന്റെ ഇടയ്ക്ക് ആകെ 2 ദിവസം 3 ദിവസം ലീവ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഫസ്റ്റ് ഇയർ അങ്ങനെയായിരുന്നു. ബട്ട് സെക്കൻഡ് ഇയർ തൊട്ട് കുറച്ചും കൂടി ലീവ് കിട്ടാൻ തുടങ്ങി. അപ്പോ ഒരു ഇയറിൽ ഐ തിങ്ക് ഞാൻ 2 പ്രാവശ്യം പോയിട്ടുണ്ട്. ഒന്ന് സമ്മർ വെക്കേഷൻ ബിക്കോസ് ഇറ്റ് വാസ് എ ലോങ് ലീവ്, പിന്നെ ഡിസംബറിൽ വിന്റർ വെക്കേഷന്റെ സമയത്ത് വിച്ച് വാസ് ഓൾസോ എ ലോങ് ഗ്യാപ്പ്. അപ്പൊ 2 പ്രാവശ്യം പോയുള്ളൂ. പിന്നെ വേറെ സമയത്ത് എനിക്ക് ലോങ് വെക്കേഷൻസ് കിട്ടുമ്പോൾ ഞാൻ വേറെ സ്ഥലത്ത് എങ്ങോട്ടെങ്കിലും പോകാൻ നോക്കും. ഡൽഹിയിൽ നിന്ന് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന പോലത്തെ സ്ഥലത്ത് പോകാൻ നോക്കും. അപ്പോ ഞാൻ ടോട്ടലി ഡൽഹിയിൽ വന്നു കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് ആകെപ്പാട് 3-4 പ്രാവശ്യം പോയിട്ടുള്ളൂ. ആൻഡ് I would prefer to go in a flight because almost same ആണ്. നമ്മൾ സ്റ്റുഡന്റ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ നമ്മളുടെ ഈ രാജധാനി അങ്ങനത്തെ ട്രെയിനിന്റെ തേർഡ് എ സി സെക്കൻഡ് AC ഫ്ലൈറ്റിന്റെ റേറ്റും സെയിം ആണ്. ബട്ട് ഫ്ലൈറ്റിൽ കുറച്ച് ലെസ് ടൈമേ ഉള്ളൂ. അപ്പോ I prefer to go in flight. Are there any other questions? Okay, I think we can have a short panel discussion kind of thing. Anyone can join. So നേരത്തെ പറഞ്ഞ പോലെ തന്നെ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷനും അതുപോലെ തന്നെ DUലെ ലീവ് ഒക്കെ സംസാരിക്കുന്ന സമയത്ത് അവന്തികയ്ക്ക് ഉണ്ടായ പോലുള്ള ഒരു സെം ആയിരിക്കില്ല നിങ്ങൾ വരുമ്പോ ഉണ്ടായിരിക്കുക. കാരണം നിങ്ങൾ കറക്റ്റ് സെം ഫോൾസിൽ തന്നെ ആയിരിക്കും വരുന്നുണ്ടായിരിക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് വിന്റർ വെക്കേഷൻ അതുപോലെ തന്നെ സമ്മർ വെക്കേഷൻ ഒക്കെ കിട്ടും. സോ വീട്ടിലേക്ക് പോകാനുള്ള സമയമൊക്കെ ഉണ്ടായിരിക്കും. അതിനുശേഷം നിങ്ങളുടെ
2 സെമസ്റ്റർ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇയർ കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് 1.5 മാസം 2 മാസമൊക്കെ ലോങ് ലീവ്സ് ഉണ്ടായിരിക്കും. Anything to add? Generally, do you? Sorry, were you saying something? No. Tell. അല്ല, ഞാൻ ഗാർഗി പറഞ്ഞ ജസ്റ്റ് ആഡ് ഓൺ ചെയ്യായിരുന്നു. ജനറലി ഡിയുണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ സെമ്മും കഴിഞ്ഞിട്ട് അറൌണ്ട് 1.5-2 months ലീവ് കിട്ടും. പിന്നെ വന്നിട്ട് അപ്പൊ വി ഹാവ് സെം ബ്രേക്ക്, വി ഹാവ് മിഡ് സെം ബ്രേക്ക് ആസ് വെൽ ആസ് മേജർ ബ്രേക്ക്. അപ്പൊ മിഡ് സെം ബ്രേക്ക് ഒരാഴ്ചന്റെ അല്ലെങ്കിൽ 10 days മാക്സിമം കിട്ടും. അതിൽ ആ സമയത്ത് വീട്ടിലേക്ക് പോവേണ്ട ആൾക്കാർക്ക് പോവാം, അല്ലെങ്കിൽ നമുക്ക് വേറെ എവിടെയെങ്കിലും പോകണമെങ്കിൽ പോവാം. അല്ലെങ്കിൽ 1.5 മാസം എല്ലാ 2 സെം കഴിഞ്ഞിട്ടും നമുക്ക് 1.5 മാസം എന്തായാലും കിട്ടും. ഞാൻ ഗാർഗി പറഞ്ഞ പോലെ ഞാൻ കോവിഡ് ബാച്ച് ആയിരുന്നു, അപ്പൊ എനിക്ക് ഷോർട്ട് സെം ആയിരുന്നു. ബട്ട് എന്റെ സെക്കൻഡ് ഇയർ ഹാഫ് തേർഡ് ഇയർ ആകുമ്പോഴത്തേക്കും എന്റെയും സെം കറക്റ്റ് കാലണ്ടർ ലൈക്ക് ഇയറിൽ വീഴാൻ തുടങ്ങിയപ്പോ എന്റെ ഹോളിഡേസും കൂടി. അപ്പൊ വീട്ടിലേക്ക് പോകാൻ പറ്റില്ല എന്നൊന്നും പേടിക്കണ്ട, നമുക്ക് വീട്ടിലേക്ക് സുഖമായിട്ട് പിന്നെ ഇയർ 2-3 പ്രാവശ്യം സുഖമായിട്ട് പോവാം. 1.5 മാസം നിന്നിട്ട് തിരിച്ചു വരാം. ആക്ച്വലി ഇൻ ഷോർട്ട് ഇതെല്ലാം വരുന്നത് ഒരു പോയിന്റിലേക്കാണ്, CUET. കാരണം ഇനി മുതൽ നിങ്ങൾ ഇവിടെ എത്തണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹിച്ച യൂണിവേഴ്സിറ്റിയിൽ ആഗ്രഹിച്ച കോഴ്സിന് പഠിക്കണം എന്നുണ്ടെങ്കിൽ CUET is mandatory. സോ അതിലൊരു വിട്ടുവീഴ്ച ഉണ്ടായിരിക്കരുത്. ആക്ച്വലി Avanthika is also preparing for CUET PG. So do you have any tips or techniques or something to? Okay. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത്, ഈ മെറിറ്റിനെക്കാളും ഞാൻ ഓൾറെഡി ഒരു പ്രാവശ്യം പറഞ്ഞു തന്നു, ബട്ട് ഈ പോയിന്റ് റീഎൻഫോഴ്സ് ചെയ്യാണ്, മെറിറ്റിനെക്കാളും ടഫർ ആണ് CUET. അപ്പോ നമുക്ക് വി ഹാവ് ടു ആക്ച്വലി എന്താ പറയാ കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചാലേ ഡിയുവിന്റെ ടോപ്പ് യൂണിവേഴ്സിറ്റീസ് കിട്ടുള്ളൂ. അപ്പൊ വി ഹാവ് ടു മേക്ക് ഷുവർ വി ഗിവ് ആർ 100% or 200%. ആൻഡ് എനിക്കിപ്പോ ഞാൻ PG പഠിക്കണത് ലൈക്ക് എനിക്ക് ഈ ക്ലാസ്സസ് ഒക്കെ ഉണ്ട്, ബട്ട് ഞാൻ മെയിൻലി ഒരു ടൈം ടേബിൾ ഉണ്ടാക്കും. ആൻഡ് ആ ടൈം ടേബിൾ ഐ ട്രൈ ടു ഫോളോ ഇറ്റ്. എനിക്ക് ചില സമയത്ത് ഇങ്ങനെ ഞാൻ ഈ ഷോർട്ട് ടൈം ടേബിൾ ലൈക്ക് ഒരു ദിവസത്തിൽ ഇത്രയും കംപ്ലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ചില സമയത്ത് എനിക്ക് സ്വന്തം ഇങ്ങനെ പ്രഷർ കൂടുമ്പോൾ എനിക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ എന്റെ 2 ഇതുണ്ട്, ഐ ടേക്ക് ഷോർട്ട് ടേം ഗോൾസ് ആസ് വെൽ ആസ് ലോങ് ടേം ഗോൾസ്. ലൈക്ക് ഇപ്പൊ ഞാൻ വിചാരിക്കും ഈ 2 ദിവസം ലൈക്ക് ഒരു ദിവസത്തിൽ ഇത്ര കംപ്ലീറ്റ് ചെയ്യണം, അതൊരു ഗോളാവും. ബട്ട് ഞാൻ ഒരു ദിവസത്തിൽ ഇത്ര കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിലും ബൈ ദ എൻഡ് ഓഫ് എ വീക്ക് എനിക്ക് 2 ചാപ്റ്റർ അല്ലെങ്കിൽ 3 ചാപ്റ്റർ എന്തായാലും കംപ്ലീറ്റ് ചെയ്യണം. അതിന്റെ ബേസ്ഡ് ആയിട്ട് ടെസ്റ്റോ അല്ലെങ്കിൽ എനിക്ക് ടെസ്റ്റോ അല്ലെങ്കിൽ എക്സ്ട്രാ റീഡിങ്ങോ എത്രയോ ചെയ്യാൻ പറ്റണോ അത്രയൊക്കെ ചെയ്യണം. അപ്പോ മെയിൻ തിങ് ഇസ് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക, അത് പറ്റുന്നിടത്തോളം ഫോളോ ചെയ്യാം. ലൈക്ക് ടൈം ടേബിൾ ഉണ്ടാക്കിയില്ലെങ്കിൽ നമുക്ക് ഒരു ഡയറക്ഷൻ ഉണ്ടാവില്ല. നമ്മൾ വേണ്ട പോലെ ചെയ്യുമ്പോൾ നമ്മൾ കുറെ സ്ക്രോൾ ചെയ്യാനും ഡൂം സ്ക്രോളിങ് അല്ലെങ്കിൽ അത് പഠിക്കാനല്ലാത്ത വേറെ എല്ലാത്തിലും നമ്മളുടെ ശ്രദ്ധ പോയി പോകും. അപ്പൊ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ട് മേക്ക് ഷുവർ അത് നമ്മൾ കാണുന്ന ഒരു സ്ഥലത്ത്, ലൈക്ക് എല്ലാ ദിവസവും രാവിലെ നീച്ചിട്ട് നമ്മൾ അതൊരു കാണുന്ന സ്ഥലത്താവണം. ആൻഡ് ഇഫ് ഇറ്റ് ഹെൽപ്സ് നമുക്ക് ഒരു എന്താ പറയാ ഒരു ഗോൾ ബോർഡ് പോലെ ഉണ്ടാക്കാം. ലൈക്ക് നിങ്ങളുടെ നിങ്ങൾക്ക് പോവാൻ വേണ്ട യൂണിവേഴ്സിറ്റി, അതിന് എന്തിനാണ് പോണത്, അവിടെ ഉള്ള ബെനിഫിറ്റ്സ് അതൊക്കെ എഴുതി വെച്ചിട്ട് ലൈക്ക് യു ക്യാൻ ടെൽ യുവർ സെൽഫ് ദാറ്റ് ഞാൻ ഈ ഹാർഡ് വർക്ക് ഞാൻ ചെയ്യണത് വിൽ പേ ഓഫ് വൺസ് ഐ ഗെറ്റ് ഇൻ ടു ദിസ് യൂണിവേഴ്സിറ്റി. എനിക്ക് ഈ ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടും. ഇപ്പൊ ഞാൻ കുറച്ചു നേരം ഇരുന്ന് പഠിച്ചാൽ എനിക്ക് ഈ ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടും. ബട്ട് ഓൾസോ യു ഹാവ് ടു മേക്ക് ഷുവർ ഈ ലൈക്ക് അഥവാ ഒരു ദിവസം നമുക്ക് ഇത് എനിക്ക് പേഴ്സണലി ഉണ്ടാവുന്നതാണ്. ഒരു ദിവസം ഞാനിപ്പോ ഒരു ദിവസം അര ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യണം വിചാരിക്കും. പക്ഷെ അഥവാ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഞാൻ വിചാരിക്കും അയ്യോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, അപ്പോ ഇനിയിപ്പോ എന്താ ചെയ്യാ, ലൈക്ക് എന്റെ ഫുൾ ഈ ശ്രദ്ധ തന്നെ മാറിപ്പോകും. ബട്ട് അങ്ങനത്തെ ഇത് ഉണ്ടാവാണ്ടിരിക്കാനാണ് ഞാൻ ലോങ് ടേം ഗോളും വെക്കണത്. അപ്പൊ എന്റെ അടുത്ത് അര ചാപ്റ്റർ നടന്നില്ല വെച്ചാൽ ഞാൻ വിചാരിക്കും കുഴപ്പമില്ല, എനിക്ക് ഒരാഴ്ച ഉണ്ട് 2 ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാൻ, എനിക്ക് നാളെ കുറച്ച് നേരം കൂടി ഇരുന്നിട്ട് കംപ്ലീറ്റ് ചെയ്യാം. ആൻഡ് ഫാത്തിമ is asking me about my goal board. Goal board is basically നമുക്ക് എന്താണ് ഗോൾ, നമ്മൾ എന്താണ് എൻവിഷൻ ചെയ്യണത് എന്ന് എവിടെയെങ്കിലും ലൈക്ക് ഒരു ചെറിയൊരു വാളിലോ ഒരു ചെറിയ സ്പേസിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ലാപ്ടോപ്പ് വാൾപേപ്പറിലോ എന്തെങ്കിലും വെക്കാം. ഇങ്ങനെ നമുക്ക് പോകേണ്ട കോളേജിന്റെ പിക്ചേഴ്സോ അല്ലെങ്കിൽ അവിടുത്തെ ബെനിഫിറ്റ്സോ അല്ലെങ്കിൽ പെർട്ടിക്കുലർ നിങ്ങൾക്ക് ഡൽഹിയിൽ വന്നിട്ട് എന്തെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടാവും. അതൊക്കെ ലൈക്ക് നമ്മളെ സ്വന്തം മോട്ടിവേറ്റ് ചെയ്യാൻ ഈ അടുത്തത് ഈ നമ്മളിങ്ങനെ പഠിച്ചിരിക്കുമ്പോൾ വെൻ വി സീ ദാറ്റ് വിൽ ബി മോട്ടിവേറ്റഡ് ടു സ്റ്റഡി മോർ. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഇങ്ങനെ ഡൗൺ ആയി വരുമ്പോൾ അല്ലെങ്കിൽ ബേൺ ഔട്ട് ആയി വരുമ്പോൾ നമ്മൾ ഈ ഗോൾ ബോർഡ് നോക്കിയാൽ നമുക്ക് കുറച്ചും കൂടി
നമുക്കൊരു ഇത് ഇന്റേണലി ഒരു സാറ്റിസ്ഫാക്ഷൻ ഇന്റേണലി ഒരു മോട്ടിവേഷൻ കിട്ടും. നമുക്ക് ഇത് ചെയ്താൽ ഇത് ഇഫ് വി സ്റ്റഡി നൗ വി വിൽ ബി ഹാപ്പി ലേറ്റർ. സോ അതാണ് എന്റെ ഗോൾ ബോർഡ്. സോ യു ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് യു സ്റ്റഡി. കോമ്പറ്റീഷൻ ഇസ് ഹൈ. ബിക്കോസ് ഈ മെറിറ്റിന്റെ പോലെ DUല് വരേണ്ട കുട്ടികൾ മാത്രമല്ല DUല് അപ്ലൈ ചെയ്യുള്ളൂ. എല്ലാ CUET ജനറൽ എക്സാം ആണ്. എല്ലാ യൂണിവേഴ്സിറ്റീസിനും അപ്ലൈ ചെയ്ത കുട്ടികൾ അപ്ലൈ ചെയ്യും. അപ്പൊ അവർക്ക് DUന്റെ ടോപ്പ് കോളേജിൽ കിട്ടിയാൽ അവരെന്തായാലും പോകും. ഈവൻ ഇഫ് ദേ വാണ്ടഡ് ടു ഗോ ടു സം അതർ യൂണിവേഴ്സിറ്റി, ഒരു ടോപ്പ് കോളേജിൽ കിട്ടിയാൽ ദേ വിൽ പ്രിഫർ ഇറ്റ്. അപ്പൊ ബട്ട് യുവർ ഗോൾ ഇസ് DU. സോ യു ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് നിങ്ങളുടെ ക്ലാസ്സസ് ടൈമിൽ കാണുന്നു. ടെസ്റ്റ് എടുക്കുന്നത് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ലൈക്ക് നമ്മൾ എത്ര വായിച്ചാലും അത് നമ്മൾ ഒരു പ്രാവശ്യം ടെസ്റ്റ് ചെയ്താലേ നമുക്ക് എന്ത് മനസ്സിലായി അല്ലെങ്കിൽ എന്ത് മനസ്സിലായില്ല എന്ന് നമുക്ക് സ്വന്തം അസസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ മേക്ക് ഷുവർ പഠിച്ചിട്ട് നിങ്ങൾ പഠിക്കണേന്റെ ഏത് ചാപ്റ്റർ ആണോ അല്ലെങ്കിൽ ഏത് സബ്ജക്റ്റ് ആണോ പഠിക്കേണ്ടത്, മേക്ക് ഷുവർ അതിന്റെ നോട്ട്സും പിന്നെ അപ്പൊ തന്നെ അതിന്റെ ടെസ്റ്റും എഴുതുക. അല്ലെങ്കിൽ നമ്മൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് അറിയാത്ത പാട്ടിന്റെ പിന്നെയും പോയിട്ട് റിവൈസ് ചെയ്തിട്ട് പിന്നെയും ടെസ്റ്റ് എടുക്കാൻ പറ്റുന്ന വെച്ചാൽ അത് ചെയ്യുക. ആസ് മച്ച് ആസ് പോസിബിൾ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യാൻ നോക്കുക. ദാറ്റ് ഈസ് എ മെയിൻ ടിപ്പ്. എന്ത് കോമ്പറ്റേറ്റീവ് എക്സാം വെച്ചാലും യു നീഡ് ടു മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യും. ബിക്കോസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഗിവ് യു മച്ച് മോർ കോൺഫിഡൻസ്. ചിലപ്പോൾ ആദ്യത്തെ 2-3 പ്രാവശ്യം മാർക്ക് കുറച്ചാവും കിട്ടുക, ബട്ട് അത് കുഴപ്പമില്ല. ഇത് നിങ്ങൾ വീട്ടിൽ ചെയ്യണ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഇപ്പൊ കുറവ് മാർക്ക് കാണിച്ചാലും നിങ്ങൾക്ക് നിങ്ങളുടെ മിസ്റ്റേക്സ് മനസ്സിലാവും. It's a chance to improve yourself. So no matter how hard it feels, നിങ്ങൾ എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുക അല്ലെങ്കിൽ ടെസ്റ്റ് എടുക്കുക. ആൻഡ് കിട്ടാത്തത് പഠിക്കുക, ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ആൻഡ് മേക്ക് ഷുവർ നിങ്ങളുടെ ആസ്പെക്റ്റും കവർ ചെയ്യുക. ലൈക്ക് എക്സാം എഴുതി കഴിഞ്ഞിട്ട് യു ഷുഡന്റ് ഹാവ് എ റിഗ്രറ്റ്. എനിക്ക് ഇത് കുറച്ചും കൂടി നന്നായിട്ട് ചെയ്യായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് ഇത് ഞാൻ നന്നായിട്ട് അപ്പ് പഠിച്ചിരുന്നെങ്കിൽ, ആ റിഗ്രറ്റ് ഉണ്ടാവാൻ പാടില്ല. നിങ്ങളുടെ 100% കൊടുക്കുക. ആൻഡ് if you give your 100%, you will definitely make it to DU. So, but you have to study. Competition is hard, and you have to make sure that you study well. So, yeah, I think we can wrap up the session. Gargi? Yeah, that was amazing. Avanthika, ഒരുപാട് യൂണിവേഴ്സിറ്റി എക്സ്പീരിയൻസും ഇനി നിങ്ങൾക്കുള്ള നിങ്ങളുടെ പാത്ത്, അത് ഏത് യൂണിവേഴ്സിറ്റി ആണെങ്കിലും കോളേജ് ആണെങ്കിലും നിങ്ങളുടെ എത്താനുള്ള ഒരുപാട് വഴികളും എത്തിയാൽ കിട്ടുന്ന അഡ്വാൻറ്റേജസും ഒക്കെ നമുക്ക് ഷെയർ ചെയ്ത് തന്നു. So actually we are winding up. So thank you, Avanthika, for joining. And thank you so much.